എബ്രായ ലേഖനം 4-ാം അധ്യായം 16 വരെ വായിക്കണം, പക്ഷെ നേരമില്ല. 8 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഹീബ്രൂസ് ചാപ്റ്റർ 4 വേഴ്സസ് 1 to 8. എബ്രായ ലേഖനം. ഹല്ലേലൂയ. എബ്രായ ലേഖനം കിട്ടിയില്ലെങ്കിൽ പേജ് നമ്പർ 225. ഹല്ലേലൂയ. എബ്രായ ലേഖനം 4-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ കിട്ടിയെങ്കിൽ ആമേൻ പറഞ്ഞ്. കഴിഞ്ഞ ആഴ്ച വീട്ടിൽ ബഹളമുണ്ടാക്കിയ ആരൊക്കെ ഉണ്ട്? ആ ശബ്ദത്തിൽ നമുക്ക് ഒരുമിച്ച് വായിക്കാം. റെഡി? യെസ്. ഹല്ലേലൂയ. ആരും എന്നെ തുറച്ചു നോക്കി. എൻ്റെ നിലനിൽപ്പിന് വേണ്ടി ബാക്കി എല്ലാവരും പ്രാർത്ഥിച്ചേ. എബ്രായ ലേഖനം 4-ാം അധ്യായം 1 മുതൽ 8 വരെ. നല്ലൊരു ആമേൻ കേൾക്കട്ടെ. യെസ്. ആ ശബ്ദത്തിൽ വായിച്ചാട്ടെ. അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുകയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. അവരെ പോലെ നാമും സദ്വർത്തമാനം കേട്ടവർ ആകുന്നു. എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായിക്കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്. ലോകസ്ഥാപനത്തിങ്കൽ പ്രവർത്തികൾ തീർന്നുപോയ ശേഷവും അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് ഞാൻ എൻ്റെ കോപത്തിൽ സത്യം ചെയ്തു എന്ന് അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. 7-ാം നാളിൽ ദൈവം സകല പ്രവർത്തികളിൽ നിന്ന് നിവൃത്തനായി എന്നും 7-ാം നാളിനെ കുറിച്ച് ഒരിടത്ത് പറഞ്ഞിരിക്കുന്നു, എൻ്റെ സ്വസ്ഥതയിൽ അവർ പ്രവേശിക്കയില്ല എന്ന് ഇവിടെ പിന്നെയും അരുളി ചെയ്യുന്നു. അതുകൊണ്ട് ചിലർ അതിൽ പ്രവേശിപ്പാൻ ശേഷിച്ചിരിക്കയാലും മുൻപേ സദ്വർത്തമാനം കേട്ടവർ അനനുസരണക്കേട് നിമിത്തം പ്രവേശിക്കാതെ പോകയാലും ഇത്ര കാലത്തിൻ്റെ ശേഷം ദാവീദ് മുഖാന്തരം ഇന്ന് അവൻ്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് എന്ന് മുമ്പേ പറഞ്ഞതുപോലെ ഇന്ന് എന്നൊരു ദിവസം പിന്നെയും നിശ്ചയിച്ചിരിക്കുന്നു. അടുത്ത വാക്യശക്തിയോടെ വായിച്ചേ. യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തി എങ്കിൽ മറ്റൊരു ദിവസത്തെക്കുറിച്ച് പിന്നത്തേതിൽ കൽപ്പിക്കയില്ലായിരുന്നു. റിയലി യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തി എങ്കിൽ മറ്റൊരു ദിവസത്തെക്കുറിച്ച് പിന്നത്തേതിൽ കൽപ്പിക്കയില്ലായിരുന്നു. ഇന്ന് പകൽ നാം കേൾക്കുന്ന ഈ നല്ല ദൂതിൻ്റെ തലക്കെട്ടിതാണ് പീസ് അണ്ടു യു. നിങ്ങൾക്ക് സമാധാനം. പീസ് അണ്ടു യു. നിങ്ങൾക്ക് സമാധാനം. ശബ്ദം ഉയർത്തി പറഞ്ഞേ. എന്താണ്? നിങ്ങൾക്ക് സമാധാനം. ഒരിക്കൽ കൂടെ. വലത് കരത്തെ സ്വന്തം മാർവോട് ചേർത്ത് വെച്ച് എല്ലാവരും പറഞ്ഞാട്ടെ, എനിക്ക് സമാധാനം. 12 പ്രാവശ്യമാണ് ഇംഗ്ലീഷിന്റെ ചില ട്രാൻസ്ലേഷനിൽ ഈ അധ്യായത്തിൽ സ്വസ്ഥത എന്ന് ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ വചനത്തിൽ ഒരു വള്ളിയായാലും ഒരു പുള്ളിയായാലും അതിന് പ്രാധാന്യമുണ്ട്. ഒരു വള്ളിക്കും ഒരു പുള്ളിക്കും ഒരു കുത്തിനും കോമയ്ക്കും പോലും എന്തോ ഒരു റെവലേഷൻ മെസ്സേജ്, ഏതോ ഒരു വെളിപ്പാടിന്റെ ദൂത് ബൈബിളിൽ പറവാനുണ്ട്. ഉദാഹരണമായി നമ്മൾ വായിക്കാതെ വിടുന്നതായ ഒരു പദമാണ് സേല. സ്തോത്രം. തമിഴ്നാട്ടിൻ്റെ സേലം എങ്ങനെയാണ് എൻ്റെ ബൈബിളിൽ വന്നത് എന്നുള്ളതുപോലെ നമ്മൾ സ്തോത്രം സേല വായിക്കാറില്ല. സേല വായിച്ചു പോകുന്നവൻ നിർത്തി വായിച്ചത് ചിന്തിക്കട്ടെ. വായിച്ചു പോയവൻ നിർത്തിയിട്ട് വീണ്ടും ആവർത്തിച്ച് വായിക്കട്ടെ, ആവർത്തിച്ച് ചിന്തിച്ച് ധ്യാനിക്കട്ടെ. സേല. സ്തോത്രം. ആവശ്യമില്ലെന്ന് പറയുന്ന വാക്കുകൾക്ക്, കുത്തിന്, കോമയ്ക്ക്, വള്ളിക്ക്, പുള്ളിക്ക് ഒക്കെ സ്തോത്രം വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഇത് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക ആ കമ്മിറ്റി അല്ല ഇത് എഴുതിയത്, സ്വർഗത്തിലെ ദൈവത്തിൻ്റെതാണ് ദൈവവചനം. അങ്ങനെയെങ്കിൽ ആ ദൈവവചനത്തിൽ 12-ൽ അധികം പ്രാവശ്യം സ്വസ്ഥത എന്ന് പറയുമ്പോൾ നിങ്ങൾ അസ്വസ്ഥര ആയിട്ടല്ല ജീവിക്കേണ്ടത്. നിങ്ങൾ അസ്വസ്ഥതയിലല്ല ജീവിക്കേണ്ടത്. ദൈവത്തിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള സ്തോത്രം ആഗ്രഹമാണ് എൻ്റെ മക്കൾ ഭൂമിയിൽ അസ്വസ്ഥതയിലല്ല ജീവിക്കേണ്ടത്, അവർ സ്വസ്ഥതയിലാണ് ജീവിക്കേണ്ടത്. യേശുവിന്റെ നാമത്തിൽ അസ്വസ്ഥതയിലല്ല ദൈവത്തിന്റെ മക്കൾ ജീവിക്കേണ്ടത്. പകരം ദൈവകൃപയാൽ സ്തോത്രം അതെ സ്വസ്ഥതയിലാണ് ജീവിക്കുന്നത് യേശുവിന്റെ നാമത്തിൽ. കാരണം ദൈവം അസ്വസ്ഥതയുടെ ദൈവമല്ല, ദൈവം സ്വസ്ഥതയുടെ ദൈവമാണ്.
മനസ്സിലാക്കുക, യേശു കർത്താവ് നിങ്ങളെ വിളിച്ച് വേർതിരിച്ച് ദൈവത്തിന്റെ ആക്കിയിരിക്കുന്നത് മിക്സിയിലിട്ടിരിക്കുന്ന ഏതോ ഓറഞ്ചിന്റെ കഷണം പോലെ അതിനെ അടിച്ച് കലക്കി സൂപ്പാക്കി ജ്യൂസാക്കി എടുക്കുന്നത് പോലെ ഒരിക്കലും ചിന്തിക്കല്. കർത്താവ് എന്നെ രക്ഷയിലേക്ക് സ്നാനത്തിലേക്ക് ഒക്കെ നടത്തി എന്നെ കൊണ്ടുപോകുന്നത് എന്നെ തകർക്കാനാണ്, പൊടിക്കാനാണ്, ഉടയ്ക്കാനാണ്. നോ 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 നോ. എൻ്റെ ദൈവം സ്തോത്രം അരപ്പൻ ആയി ഏതോ അരയ്ക്കുന്ന മെഷീനല്ല ദൈവം നടത്തുന്നത്. നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ അർത്ഥം വിഷയങ്ങൾ, വ്യക്തികൾ, പ്രശ്നങ്ങൾ നിന്നെ ഇട്ട് അലട്ടുന്നത്, പ്രതിസന്ധികൾ നിന്നെ വേട്ടയാടുന്നത്, പോരാട്ടങ്ങൾ നിന്നെ യുദ്ധം ചെയ്ത് തകർക്കുന്നത് അപ്പന് ഇഷ്ടമുള്ള കാര്യമല്ല. അവൻ നിന്നെ വിളിച്ചിരിക്കുന്നത് സ്വസ്ഥതയിലേക്കാണ്. കേട്ടവർ ആമേൻ പറഞ്ഞാട്. 8-ാം വാക്യത്തിൽ വേദപുസ്തകം പറയുന്നു, സ്തോത്രം, അതെ, യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തി എങ്കിൽ. നമുക്കറിയാം എബ്രായ ലേഖനത്തിൽ ഇതാ സ്തോത്രം ആദിമ നൂറ്റാണ്ടിൽ ജുഡായിസത്തിൽ നിന്ന്, യഹൂദ മതത്തിൽ നിന്ന് കടന്നു വന്നതായ വിശ്വാസികൾ അവർ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കിയാണ്. അതാണ് ഈ പുസ്തകത്തിന്റെ ഇതിവൃത്തം. അവർ തങ്ങളുടെ പാരമ്പര്യത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാണ്. മീനിങ് യഹൂദ മതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാണ്. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, പിന്നെ അത് കഴിഞ്ഞ മോശ, സമാഗമന കൂടാരം, അവൻ്റെ മുൻപിലുള്ളതായ യാഗങ്ങള്, അവിടെ വെളിപ്പെട്ടതായ റിച്വൽസ്, ഞങ്ങളുടേതായ പാരമ്പര്യം വലുതാണ് എന്ന് പറഞ്ഞ് രക്ഷിക്കപ്പെട്ടവരാണ്, സ്നാനപ്പെട്ടവരാണ്, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവരാണ്. വേദപുസ്തകം പറയുന്നു പ്രകാശനം ലഭിച്ചവരാണ്. എബ്രായ ലേഖനം തന്നെ പറയുന്നു ഒരിക്കൽ പ്രകാശനം ലഭിച്ചവരാണ്, വരുവാനുള്ള ദൈവത്തിന്റെ ശക്തി മനസ്സിലാക്കിയവരാണ്. പക്ഷേ മരുഭൂമിയിലായിരുന്നതായ ഇസ്രായേൽ മിസ്രൈമിലേക്ക് തിരിഞ്ഞു നോക്കിയതുപോലെ, അല്ലെങ്കിൽ മിസ്രൈമിനെ കുറിച്ച് ഓർത്തതുപോലെ സ്തോത്രം തിരിഞ്ഞു നോക്കുമ്പോൾ അവരെ മുന്നിലേക്ക് നോക്കുവാൻ. കാരണം നിങ്ങൾ തിരിഞ്ഞു നോക്കിയാൽ നിങ്ങൾ അറിയാത്ത ഒരു ചാരം നിങ്ങളുടെ മേൽ മൂടുകയാണ്. നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളുടെ തീ കെട്ടുപോകുകയാണ്. നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസം തണുക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ജ്വലനം അണയുകയാണ്. നിങ്ങളുടെ ആരാധനയുടെ ഊർജം നിങ്ങൾ വിട്ടുപോകുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ കാറിലൊക്കെ അതേ പിന്നിലേക്ക് നോക്കാൻ ഗ്ലാസ് ഉണ്ട്, ബൈക്കിലും ഉണ്ടായിരിക്കും, സ്തോത്രം. പക്ഷേ പിന്നിലേക്ക് കാണുന്ന റിയർ മിറർ നോക്കി പിന്നിലേക്ക് നോക്കി ഓടിച്ചാൽ നിനക്കൊരിക്കലും ലക്ഷ്യത്തിൽ മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. എന്നാൽ ഇന്നലത്തെ കാര്യാദികളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നിങ്ങൾക്കൊരിക്കലും നേടേണ്ടത് നേടുവാൻ കഴിയത്തില്ല, എത്തേണ്ടത് നിനക്ക് എത്തുവാൻ കഴിയത്തില്ല. അങ്ങനെ ജുഡായിസത്തിൽ നിന്ന്, അതായത് യഹൂദ മതത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് കടന്നു വന്നതായ ദൈവജനം തങ്ങളുടെ പാരമ്പര്യം, തങ്ങളുടെ പഴമ, തങ്ങളുടെ പിതാക്കന്മാർ, അവരുടെ നടപടികൾ ഇതിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നോ 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 നിങ്ങളുടെ പിൻപിൽ ഉള്ളതല്ല വലുത്. പഴയ നിയമത്തിൽ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, മോശ, ന്യായാധിപന്മാർ, പ്രവാചകന്മാർ, രാജാക്കന്മാർ, നോ, അതല്ല വലുത്. അതിനേക്കാൾ വലിയവനാണ് യേശു. അതിനേക്കാൾ വലിയവനാണ് യേശു എന്ന ഒറ്റ വിഷയമാണ് എബ്രായ ലേഖനത്തിന്റെ ഇതിവൃത്തം. സ്തോത്രം. കർത്താവ് പ്രവാചകന്മാരെക്കാൾ വലിയവൻ. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല ഒരിക്കൽ കൂടെ. യേശു കർത്താവ് പ്രവാചകന്മാരെക്കാൾ വലിയവൻ. യേശു കർത്താവ് ദൂതന്മാരെക്കാൾ വലിയവൻ. കഴിഞ്ഞ ആഴ്ച ഗംഭീരമായി നാം കേട്ടു, യേശു കർത്താവ് അവൻ മോശയേക്കാൾ വലിയവൻ. സോ ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഹി ഈസ് ഗ്രേറ്റർ ദാൻ ജോഷുവ. അവൻ യോശുവയേക്കാൾ വലിയവൻ. കർത്താവ് യോശുവയേക്കാൾ വലിയവൻ. യെസ്, ഈ പകലും അല്പം പോലും മടി കൂടാതെ ഞാൻ പറയട്ടെ, അവനെ പോലെ ആരാധ്യൻ ആരും ഇല്ല, അവന് തത്തുല്യമായി ആരും ഇല്ല. ഇന്ന് പകൽക്കാലവും ലോകം മുഴുവൻ സടകുടഞ്ഞ് എഴുന്നേറ്റ് നിന്റെ യേശുവിന് എന്താ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, നിന്റെ യേശുവിന് എന്താ പ്രത്യേകത? നീ എത്ര ക്രേസിയായി യേശുവിന്റെ പിന്നാലെ പോകുന്നല്ലോ. എന്താ നീ യേശുവിൽ കണ്ട പ്രത്യേകത എന്ന് ചോദിച്ചാൽ മടി കൂടാതെ ദൈവകൃപയാൽ നമുക്ക് പറയാൻ കഴിയും, എന്റെ പ്രിയൻ വെണ്മയും ചുവപ്പുമുള്ളവൻ, അവൻ 10,000-ങ്ങളിൽ അതിശ്രേഷ്ഠൻ. ഹല്ലേലൂയ. ഏത് പ്രവാചകന്മാരെക്കാൾ, ഏത് വരങ്ങളെക്കാൾ, ഏത് മാനിഫെസ്റ്റേഷനേക്കാൾ, ഏത് അനുഗ്രഹങ്ങളെക്കാൾ എൻ്റെ കർത്താവ് ഉന്നതൻ തന്നെയാണ്. ഹല്ലേലൂയ. അവൻ ഉന്നതൻ എന്നല്ല, അവൻ അത്യുന്നതൻ തന്നെയാണ്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്. വേദപുസ്തകം പറയുന്നു, സ്തോത്രം, മനസ്സിലാക്കണമേ, 12-ലധികം പ്രാവശ്യം സ്വസ്ഥത എന്ന് പറഞ്ഞിരിക്കുന്നെങ്കിൽ സഹോദരി സഹോദരന്മാരെ മനസ്സിലാക്ക്, യേശുവിനുള്ളതായ ജീവിതം അസ്വസ്ഥതയിലല്ല. അതിനു വേണ്ടിയല്ല ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഓ ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ, യേശുവിലുള്ള ജീവിതം അസ്വസ്ഥതയിലല്ല. പ്രശ്നം ഉണ്ടായിരിക്കാം, പക്ഷേ അസ്വസ്ഥതയ്ക്ക് വേണ്ടി ഈ കർത്താവ് നിങ്ങളെ വിളിച്ചിരിക്കുന്നില്ല. നിങ്ങൾക്ക് വെല്ലുവിളിയുണ്ട്,
നിങ്ങൾക്ക് പ്രോബ്ലംസ് ഉണ്ട്, രോഗങ്ങളുണ്ട്, നഷ്ടങ്ങളുണ്ട്, പല സ്തോത്രം നിന്ദകളുണ്ട്, അപമാനമുണ്ട്. പക്ഷേ അതിൻ്റെ നടുവിൽ നാട്ടുകാർ അനുഭവിക്കാത്തതായ ഒരു സ്വസ്ഥതയ്ക്കായി കർത്താവിനെ വിളിച്ചിരിക്കുന്നു. നിങ്ങൾ ചോദിക്കും, സുരേഷ് ബാബു അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? കേൾക്ക്, ദൈവമായിട്ടുള്ള ഡിവൈൻ കൂട്ടായ്മയിലാണ് ആ സ്വസ്ഥത നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയുന്നത്. ഞാൻ ആവർത്തിക്കുന്നു, ദൈവമായിട്ടുള്ള ദിവ്യമായ കൂട്ടായ്മ ഉള്ളവന് മാത്രമേ അത് അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. ഞായറാഴ്ച പള്ളിയിൽ വരുന്നവനല്ല, ഇടയ്ക്കിടയ്ക്ക് പ്രസംഗം കേൾക്കുന്നവനല്ല, പ്രസംഗത്തിന് നോട്ട് എഴുതുന്നവനല്ല, മാറുകിടുന്നവനല്ല, പകരം ദിവ്യമായ കൂട്ടായ്മ. That divine koinonia, that's a summation of your Christian life. നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ അന്തസ്സത്ത എന്ന് പറയുന്നത് ദൈവമായ കൂട്ടായ്മ. കേട്ടവർ ആമേൻ പറഞ്ഞേ. നിങ്ങൾ പാട്ട് പാടുന്നത്, നിങ്ങൾ ഉപവസിക്കുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, ഇതിന്റെ സകലതിന്റെയും ആകത്തുക എന്ന് പറയുന്നത് ആദാമും ഹവ്വയും മഹത്വത്തിൽ ദൈവത്തിന്റെ കൂടെ നടന്നത് പോലെ കർത്താവുമായിട്ടുള്ള കൂട്ടായ്മകൾ ജീവിപ്പാൻ വേണ്ടിയാണ്. കർത്താവുമായിട്ടുള്ള കൂട്ടായ്മ, യേശു കർത്താവുമായിട്ടുള്ള കൂട്ടായ്മകൾ നടപ്പാൻ വേണ്ടിയാണ്. സോ നിങ്ങൾ നടക്കുന്നത് തോന്നിയ വഴിയിലല്ല, നിങ്ങൾ നടക്കുന്നത് ദൈവത്തിന്റെ വചനമാകുന്ന അതേ വഴിയിലത്രേ. 119, 105 പറയുന്നു, സ്തോത്രം, നിന്റെ വചനം പറഞ്ഞാട്ടെ എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശം. സോ അതിനർത്ഥം നിന്റെ വഴി എന്ന് പറയുന്നത് ദൈവവചനത്തിൽ നിങ്ങൾ നടക്കുന്നു. അതിൽ കാണുന്നതായ ആ വഴികൾ നടക്കുമ്പോൾ നിങ്ങളെ വഴി നടത്തുന്ന ടോർച്ച് ലൈറ്റ് എന്ന് പറയുന്നത് പരിശുദ്ധ ആത്മാവാണ്. സോ രണ്ട് പദങ്ങൾ ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ. The word of God and the spirit of God. ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ആത്മാവ്. ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ആത്മാവ്. എന്തൊരു ശാന്തത! ഒരിക്കൽ കൂടെ, ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ആത്മാവ്. ദൈവത്തിന്റെ വചനപ്രകാരം, ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗപ്രകാരം, ദൈവത്തിന്റെ വചനപ്രകാരം, ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗപ്രകാരം നടക്കുന്നവന് മാത്രമേ ഈ പുസ്തകത്തിന്റെ ഓരോ നന്മയും പ്രാപിപ്പാൻ കഴിയത്തുള്ളൂ. Hallelujah. അതിനുവേണ്ടിയാണ് സകലതും ദൈവം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ദാറ്റ് മീൻസ് ശുശ്രൂഷകളാകട്ടെ, പ്രവചനമാകട്ടെ, പഠിപ്പിക്കലാകട്ടെ, കൃപാവരങ്ങളാകട്ടെ, സകലതും നിങ്ങളെ എത്തിക്കുന്നത് ദൈവവുമായിട്ടുള്ള ദൈവികമായ കൂട്ടായ്മയിലാണ്. അതിനുവേണ്ടി ദൈവം സ്തോത്രം നിങ്ങളെ ആ കൊയിനിയോനിക്ക് അല്ല, അഥവാ ആ കൂട്ടായ്മയ്ക്ക് വേണ്ടി സ്തോത്രം ദൈവം നിങ്ങളെ നടത്തുന്നു. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ വചനപ്രകാരം ദൈവത്തിൻ്റെ ആത്മാവിൽ നടക്കുമ്പോൾ സഹോദരി സഹോദരന്മാരെ, ഓരോ സ്റ്റെപ്പ് നിങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോഴും കൂടെ ദൈവത്തിന്റെ വചനപ്രകാരം, ദൈവത്തിന്റെ ആത്മാവിന്റെ യോഗപ്രകാരം ഓരോ സ്റ്റെപ്പും നിങ്ങൾ വയ്ക്കപ്പെടും. ആ ഓരോ സ്റ്റെപ്പിലും ദൈവത്തിന്റെ കരുതൽ നിങ്ങൾ അനുഭവിക്കും. ആ ഓരോ സ്റ്റെപ്പിലും ദൈവത്തിന്റെ വിടുതൽ നിങ്ങൾ കാണും. നിങ്ങളുടെ ലൈഫിന്റെ ഓരോ സ്റ്റെപ്പിലും അടഞ്ഞ വഴികൾ നിങ്ങളുടെ മുൻപിൽ തുറക്കുന്നത്, അത്ഭുതങ്ങൾ വെളിപ്പെടുന്നത്, ദൈവം നിങ്ങളെ സംരക്ഷിക്കുന്നത്. അങ്ങനെ അനുഭവിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിച്ചാൽ. ദൈവഹിതത്തിൽ ജീവിക്കുന്നവന്, ഒരിക്കൽ കൂടെ, ദൈവഹിതത്തിൽ ജീവിക്കുന്നവന് ദൈവത്തിന്റെ കരുതൽ ഉണ്ടായിരിക്കും, ദൈവത്തിന്റെ സംരക്ഷണ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരുതലിൽ ജീവിക്കുന്നവന് സ്തോത്രം, ദൈവത്തിന്റെ ഹിതത്തിൽ ജീവിക്കുന്നവന്, ദൈവത്തിന്റെ ഹിതത്തിൽ ജീവിക്കുന്നവന് ദൈവത്തിന്റെ കരുതൽ ഉണ്ടായിരിക്കും, ദൈവിക സംരക്ഷണ ഉണ്ടായിരിക്കും. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ സ്തോത്രം. അങ്ങനെ ദൈവത്തിന്റെ ഹിതപ്രകാരം, ദൈവത്തിന്റെ വചനത്തിൽ, ദൈവത്തിന്റെ ആത്മാവിൽ നടക്കുന്നവൻ പോരുകളിലും പോരാട്ടങ്ങളിലും അല്ല നടക്കുന്നത്. സ്തോത്രം. തിരുവചനം പറയുന്നു, സ്വസ്ഥതയിലാണ് ദൈവകൃപയാൽ നീ ജീവിക്കേണ്ടത്. ദ ബെസ്റ്റ് എക്സാമ്പിൾ ആയി സ്തോത്രം ഒരു കാലഘട്ടത്തെ എബ്രായ ലേഖനം 4-ാം അധ്യായം പറയുന്നു, യോശുവ അവർക്ക് സ്വസ്ഥത നൽകിയിരിക്കുന്നു. യോശുവ ഈസ് ദ മാൻ ഓഫ് വാർ. യോശുവ അവനൊരു യുദ്ധത്തിന്റെ മനുഷ്യനാണ്. നിങ്ങൾക്കറിയാം സ്തോത്രം. അതെ, മോശ ദൈവത്തിന്റെ മഹത്വം ചുമന്നവനായിരുന്നു, പക്ഷേ യോശുവയ്ക്ക് എല്ലാം യുദ്ധമായിരുന്നു. സ്തോത്രം. ഒരു ദിവസം മോശ പർവ്വതത്തിൽ നിന്ന് താഴേക്ക് കൽപ്പനയൊക്കെ പ്രാപിച്ച് ഇറങ്ങി വരുമ്പോൾ പകുതി വഴിയിൽ അസോസിയേറ്റായ അത് യോശുവയുണ്ടായിരുന്നു. സ്തോത്രം. മോശ പ്രകാരം പറയുന്നു, പാളയത്തിൽ ഒരു ശബ്ദം കേൾക്കുന്നല്ലോ. യോശുവ എടുത്ത വായുടെ ഉടനെ പറയുകയാണ്, പാളയത്തിൽ യുദ്ധമുണ്ട്, പാളയത്തിൽ യുദ്ധമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. കാരണം അതാണ് അവൻ്റെ വിളി, അതാണ് അവൻ്റെ തിരഞ്ഞെടുപ്പ്. അവൻ എന്ത് ചെയ്താലും യുദ്ധമാണ്. വണ്ടി പഞ്ചറായാൽ യുദ്ധം, പോരാട്ടം. ബൾബ് ഫീസായാൽ പോരാട്ടം.
അവിയലിൽ കല്ല് കടിച്ചാൽ പോരാട്ടം. ചോറ് വെന്തില്ലെങ്കിൽ, അല്ല ചോറ് വേഗത്തില്ലല്ലോ, അരി വെന്തില്ലെങ്കിൽ അതെ പോരാട്ടം. സ്തോത്രം. അതെ, കൈ കാണിച്ച ബസ് നിർത്തിയില്ല രാവിലെ ഞായറാഴ്ച, പക്ഷെ പോരാട്ടം. സ്തോത്രം. സകലതിനും പോരാട്ടം. അതാണ് യോശുവ. കേൾക്കുന്നതിനും കാണുന്നതിനും സകലതിനും പോരാട്ടം. പക്ഷേ 40 ദിവസം 40 രാവും 40 പകലും ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ടിരുന്ന മോശ പറഞ്ഞു, നോ 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 നോ, ആ പാളയത്തിൽ കേൾക്കുന്നത് പോരാട്ടമല്ല, ഇറ്റ്സ് എ സൗണ്ട് ഓഫ് സെലിബ്രേഷൻ. അതൊരു ആഘോഷത്തിന്റെ ശബ്ദം, അതൊരു ആഘോഷത്തിന്റെ ശബ്ദം. മോശെ, നീ കണ്ടിട്ടാണോ പറയുന്നത്? നോ 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 നോ, ഞാൻ കണ്ടിട്ടല്ല പറയുന്നത്, ഞാൻ കേട്ടിട്ടാണ് പറയുന്നത്. ഒരുത്തന്റെ ശബ്ദം കേൾക്കുമ്പോൾ എനിക്കറിയാം അവന്റെ ഉള്ളിൽ എന്താ നടക്കുന്നത്. യോശുവയ്ക്ക് അത് അറിയത്തില്ല, പക്ഷെ മോശയ്ക്ക് അത് അറിയാമായിരുന്നു. കാരണം അവൻ ഓൾറെഡി ദൈവത്തിന്റെ ശബ്ദം എപ്പോഴും കേൾക്കുന്നവനാണ്. പോയിന്റ് ഇതാണ്, യോശുവ സ്തോത്രം യുദ്ധത്തിന്റെ ഒരു മനുഷ്യനായിരുന്നു. സ്തോത്രം. വീണ്ടും അതുകൊണ്ടാണ് യെരിഹോ സമഭൂമിയിൽ യോശുവ നിൽക്കുമ്പോൾ സ്തോത്രം ഇത് ഒരു മാനിഫെസ്റ്റേഷനായി കർത്താവ് അവന്റെ മുൻപിൽ ഇറങ്ങി നിൽക്കുകയാണ്. ദ ഏഞ്ചൽ ഓഫ് ദ ലോർഡ്, കർത്താവ് ഇറങ്ങി നിൽക്കുകയാണ് അവന്റെ മുൻപിൽ. മനസ്സിലാക്കണമേ, ഏതൊരു എൻകൗണ്ടർ ആണോ നിങ്ങളുടെ മുൻപിൽ കർത്താവ് നൽകുന്നത്, അതാണ് നിങ്ങളുടെ മേൽ ദൈവം പ്രതീക്ഷിക്കുന്നതായ നിയോഗം. ഒരിക്കൽ കൂടെ, ഏതൊരു എൻകൗണ്ടർ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നു അതനുസരിച്ചായിരിക്കും ദൈവം ഭാവിയിൽ നിങ്ങളെ ഉപയോഗിപ്പാൻ പോകുന്നത്. കേട്ടവർ ആമേൻ പറ. മനസ്സിലാക്കുന്നു? ഹല്ലേലൂയ. ഇറങ്ങി നിന്ന കർത്താവ്, ദ ക്യാപ്റ്റൻ ഓഫ് ലോർഡ്സ് ആർമി. നീ ഞങ്ങളുടെ പക്ഷമാണോ അവരുടെ പക്ഷമാണോ? അല്ല, രണ്ടുമല്ല. യഹോവയുടെ സൈന്യത്തിന്റെ അധിപതിയായി ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. സ്തോത്രം. യഹോവയുടെ സൈന്യത്തിന്റെ അധിപതിയായി ഇറങ്ങി വന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് സ്തോത്രം, ഈ തലമുറയിൽ യോശുവ നീ ഒരു യുദ്ധത്തിന്റെ മനുഷ്യനാണ്. യോശുവ നീ ഒരു യുദ്ധത്തിന്റെ മനുഷ്യനാണ്. മോശയുടെ ആബ്സെൻസിൽ നീ ഒരു ലീഡറാകാൻ വേണ്ടി പോകുന്നു. നിങ്ങൾ എല്ലാവരും നോക്കി ദൈവകൃപയാൽ ഞാൻ പറയട്ടെ, നീ ഒറ്റക്കല്ല, നിന്റെ ഓരോരുത്തരുടെ പിൻപിൽ 100 കണക്കിന് 1000 കണക്കിന് 10,000 കണക്കിന് ആത്മാക്കളെ ഞാൻ കാണുകയാണ്. രണ്ടുപേരെ തൊട്ട് പറഞ്ഞാട്ടെ, എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട്. പെട്ടെന്ന് പറഞ്ഞേ, എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട്. യെസ്, 100 കണക്കിന് 1000 കണക്കിന് ആത്മാക്കളെ ദൈവകൃപയാൽ നേടുവാൻ, ദൈവകൃപയാൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു ഉത്തരവാദിത്വം ഉണ്ട്. സ്തോത്രം. യോശുവ അവനൊരു ലീഡറായിരുന്നു. പക്ഷെ മോശ ഇട്ടിട്ട് പോയതായ ആ ഗ്യാപ്പ് എന്ന് പറയുന്നത് ചില്ലറ ഗ്യാപ്പല്ല. കാരണം മോശയ്ക്ക് തത്തുല്യമായ ഒരു ലീഡർ എന്ന് പറയുന്നത് സ്തോത്രം, അയ്യോ, അതൊരു ചെറിയ കാര്യമല്ല. ഈ ചില പ്ലാറ്റ്ഫോമുകളിൽ സീരീസായി ദൈവത്തിന്റെ ദാസന്മാർ ഇങ്ങനെ ശുശ്രൂഷിക്കുമ്പോൾ 7 days ആയിരിക്കാം, 21 days ആയിരിക്കാം. തലേ ദിവസങ്ങളിൽ ശുശ്രൂഷിച്ച ശക്തന്മാരായ ദൈവദാസന്മാരാണെങ്കിൽ ഒരിക്കലും ഈസി അല്ല എന്നെ പോലെയുള്ള ചെറിയവർക്ക് അവിടെ കയറി നിന്ന് ശുശ്രൂഷിപ്പാൻ. കാരണം ആ തലത്തിൽ പൊങ്ങി വരണമെങ്കിൽ അത് വളരെ കഠിനമാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കുന്നെങ്കിൽ ആമേൻ പറഞ്ഞാട്ടെ. യെസ്, അവിടെ സൺഡേ സ്കൂൾ പ്രസംഗം ഇതുപോലെയുള്ള സിമ്പിൾ മെസ്സേജ് കൊണ്ട് അവിടെ ഒരിക്കലും രക്ഷപ്പെട്ട് പോകത്തില്ല എന്ന പോലെ മോശ സ്തോത്രം അത്രയും ഉന്നതമായ മഹത്വം ചുമന്നവനും ഡെയിലി അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധ വീര്യപ്രവൃത്തികൾ കണ്ടവനും കൈകാര്യം ചെയ്തവനുമായിരുന്നു. ഒരിക്കൽ കൂടെ ഉന്നതമായ മഹത്വം ചുമന്നവനും, കേട്ടവർ ആമേൻ പറഞ്ഞേ, ഉന്നതമായ മഹത്വം ചുമന്നവനും ഡെയിലി അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധ വീര്യപ്രവൃത്തികളും കൈകാര്യം ചെയ്തവനായിരുന്നു മോശ. അങ്ങനെ ഒരു പാസ്റ്റർ, അങ്ങനെ ഒരു ലീഡർ, അങ്ങനെ ഒരു നേതാവിൻ്റെ ആബ്സെൻസിൽ ഒരുവനെ ദൈവം ഇതാ തിരഞ്ഞെടുത്തു. ഞാൻ ഗിയർ ചേഞ്ച് ചെയ്ത് ഈ സെക്കൻഡോടെ, ഈ മിനിറ്റോടെ ഈ അറ്റ്മോസ്ഫിയർ മാറാൻ പോവാണ്. നോക്ക് ഞാൻ പറയട്ടെ. എന്നാൽ അങ്ങനെ ഒരു ഗ്യാപ്പിൽ ദൈവമായി കർത്താവ് എങ്ങാണ്ട് കിടന്ന് ഒരു ചെറുക്കനെ ഇതാ ലീഡറായി കൊണ്ടുവന്നു. അവനാണ് മോശ, അവനാണ് യോശുവ. അൺഎക്സ്പെക്റ്റഡായി കണ്ടതായ ഒരു യോശുവയെ ദൈവമായി കർത്താവ് ഇതാ ലീഡറായി തിരഞ്ഞെടുത്തു. ഈ യോശുവയെ ആ പാളയത്തുള്ള എല്ലാവർക്കും അറിയാം. അവൻ മോശയുടെ സെർവൻ്റ് ആയിരുന്നു. അവൻ മോശയുടെ സ്തോത്രം അതേ ദാസൻ ആയിരുന്നു. മോശ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈക്ക് വെള്ളം ഒഴിക്കുന്നവനായിരുന്നു. ഭക്ഷണം കഴിച്ചാൽ മോശയുടെ കൈക്ക് വെള്ളം വീണ്ടും ഒഴിക്കുന്നവനായിരുന്നു. നിങ്ങൾ എന്നെ തുറച്ചു നോക്കല്ലേ, ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ. മോശയുടെ കൈക്ക് തിളച്ച വെള്ളമല്ല, തിളച്ച വെള്ളമല്ല യോശുവ ഒഴിച്ച. മൈക്കിനെ ഇഷ്ടപ്പെട്ടില്ല. സ്തോത്രം. തിളച്ച വെള്ളമല്ല മോശയുടെ കൈക്ക് യോശുവ ഒഴിച്ചത്. സ്തോത്രം. അതെ, തണുത്ത വെള്ളം ഒഴിപ്പിച്ച്. ഇനി മോശയുടെ ഡ്രസ്സ് അയൺ ചെയ്യണമെങ്കിൽ യോശുവ ആയിരിക്കും. തൻ്റെ യജമാനന്റെ ഇംഗിതം അവന് വളരെ നന്നായി അറിയാമായിരുന്നു. ഞാൻ നിങ്ങളെ പഠിപ്പിക്കട്ടെ. അഭിഷേകമുള്ള ഒരു ദൈവത്തിന്റെ ദാസനെ നിങ്ങൾ കാണുന്നെങ്കിൽ വെറുതെ വിടല്. അവന്റെ കൂടെ നടന്നാൽ അവൻ ചുമക്കുന്ന മഹത്വത്തിന്റെ ഒരു അംശം
യെസ് യെസ്, നിന്നിലേക്ക് പകരുക തന്നെ ചെയ്യ. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ തിരുവചനം പറയുന്നു 12 ഗോത്രപിതാക്കന്മാരുടെ കൂട്ടത്തിൽ നൂന്റെ മകനായ യോശുവയെ നിങ്ങൾക്ക് ചിലപ്പോൾ കാണുവാൻ കഴിയത്തില്ല. 70 പേരെ ദൈവമായ കർത്താവ് തെരഞ്ഞെടുത്തല്ലോ പ്രവചിക്കാൻ. 70 പേരെ തെരഞ്ഞെടുത്തല്ലോ. 68 പേർ കൂടാരത്തിൽ വന്ന് പ്രവചിച്ചു. 68 പേർ സമാഗമന കൂടാരത്തിൽ വന്ന് പ്രവചിച്ചു. 2 പേർ വീട്ടിൽ നിന്ന് പ്രവചിച്ചു. ആ 70 പേരുടെ കൂട്ടത്തിലും സ്തോത്രം യോശുവയില്ല. പല ലിസ്റ്റുകളിൽ യോശുവയില്ല. പലരുടെ ലിസ്റ്റിൽ ദൂതനാണ്, പലരുടെ ലിസ്റ്റിൽ നീ ഇല്ല. പലരുടെ ലിസ്റ്റിൽ നീ ഇല്ല. പക്ഷേ സഹോദരി സഹോദരന്മാരെ, ഈ ഫെബ്രുവരി മാസം 16-ാം തീയതി നിന്നോട് വിളിച്ചു പറവാൻ ദൈവം എനിക്ക് ഏൽപ്പിച്ച ദൂതനാണ്. എന്നാൽ ദൈവത്തിന്റെ ലിസ്റ്റിൽ നീ ഉണ്ട്. ദൈവത്തിന്റെ ലിസ്റ്റിൽ ആർക്കും വെട്ടിക്കളവാൻ കഴിയാതെ, ആർക്കും മായ്ച്ചു കളവാൻ കഴിയാത്ത രീതിയിൽ നിന്റെ പേരിനെ ദൈവം എഴുതിയിരിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഒരുങ്ങിക്കോ. സർപ്രൈസ് ആയി ചില സ്ഥാനങ്ങളിൽ ദൈവം നിന്നെ പ്രൊജക്റ്റ് ചെയ്ത് നിർത്താൻ പോകുകയാണ്. ഉൽപ്പത്തി, പുറപ്പാട്, ലേവിയ, സംഖ്യ, ആവർത്തനം. പ്രത്യേകിച്ച് പുറപ്പാട്, ലേവിയ, സംഖ്യ, ആവർത്തനം 4 പുസ്തകത്തിൽ പല മേജർ ഈവന്റുകളിൽ യോശുവയെ കാണുവാൻ കഴിയത്തില്ല. പക്ഷേ ദൈവമായി കർത്താവ് രഹസ്യത്തിൽ അവനെ ട്രെയിൻ ചെയ്യുകയാണ്. ഞാൻ നിങ്ങളെ നോക്കി പ്രവചനാത്മാവിൽ നിന്ന് പകൽക്കാലം വിളിച്ചു പറയട്ടെ, നീ ഒരു ഭയങ്കര ആയുധമാ. രണ്ടാം ലോക മഹായുദ്ധത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ ഒരു ആറ്റം ബോംബ് ആവശ്യമായിരുന്നത് പോലെ ദേശങ്ങളുടെ, രാജ്യങ്ങളുടെ സ്പിരിച്വൽ ക്ലൈമാറ്റ് മാറ്റുവാൻ ദൈവം നിന്റെ രഹസ്യത്തിൽ ഈ ദിവസങ്ങളിൽ ട്രെയിൻ ചെയ്തിട്ടിരിക്കുകയാണ്. നിന്നെ ചന്തയിലല്ല ദൈവം നിന്നെ ഒരുക്കുന്നത്, പബ്ലിക് പ്ലേസിലല്ല. നിന്നെ ഒരു രഹസ്യ ആയുധമായി നിന്നെ മറവിടങ്ങളിൽ ദൈവം ഒരുക്കുകയാണ്. രഹസ്യായുധമായി ദൈവം നിന്നെ ഒരുക്കുകയാണ്. പലരും പ്രതീക്ഷിക്കുന്നത് അതേ അഹരോന്റെ പിള്ളേരായിരിക്കും. പലരും പ്രതീക്ഷിക്കുന്നത് അതേ വേറെ ഏതോ വലിയ കുടുംബക്കാരായിരിക്കും, വലിയ ഗോത്രപിതാക്കന്മാരായിരിക്കും. എന്നാൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിനക്ക് പോലും നീ ഒരു സർപ്രൈസ് ആകാൻ പോകുന്നു. ഓഹോ, നിനക്ക് പോലും കൈയടിക്കണേ, നേരെ കൈയടിക്കണ്ട, നല്ല ഞായറാഴ്ചയായിട്ട് നിനക്ക് പോലും നീ ഒരു സർപ്രൈസ് ആയിരിക്കും. സോ അവന്റെ ശുശ്രൂഷ ആരംഭിച്ചു. മോശയുടെ ആബ്സൻസിൽ സ്തോത്രം അതെ യോശുവ ലീഡറായി. മോശ ചെങ്കടനെ വിഭാഗിച്ചു. എങ്ങനെ? ഒരു സ്തോത്രം അതെ വടിയെടുത്ത് അതിനെ നേരെ നീട്ടിയപ്പോൾ ചെങ്കടൽ വിഭാഗിച്ചു. മോശയുടെ ശുശ്രൂഷ മുഴുവൻ നിങ്ങൾ നോക്കുന്നെങ്കിൽ ഒത്തിരി മെത്തേഡുകൾ ഉണ്ടായിരുന്നു, പല മെത്തേഡുകൾ ഉണ്ടായിരുന്നു. എല്ലാവരും പറഞ്ഞാട്ടെ മെത്തേഡ്, പല മെത്തേഡുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ യോശുവയുടെ ജനറേഷൻ വന്നപ്പോൾ സ്തോത്രം മെത്തേഡല്ല, പ്രസൻസിലാണ് മുഴുവൻ ഓപ്പറേറ്റ് ചെയ്തത്. കാരണം അവിടെ തോളത്ത് ദൈവത്തിന്റെ നിയമ പെട്ടകമുണ്ടായിരുന്നു. അർത്ഥം ഇന്ന് പകൽക്കാലം അല്പം പോലും മടി കൂടാതെ ഞാൻ പറയട്ടെ, കൊറിയൻ മെത്തേഡ്, കൊളംബിയൻ മെത്തേഡ്, ആഫ്രിക്കൻ മെത്തേഡ്, അമേരിക്കൻ മെത്തേഡ്, ഒത്തിരി അച്ചാച്ചന്മാര് മെത്തേഡുകളെ പിന്നാലെ പോകുമ്പോൾ ഓ കമാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. പലരും ആഫ്രിക്കയിൽ നിന്ന് പഠിച്ചത്, പലരും സ്തോത്രം ആ പാസ്റ്ററിൽ നിന്ന് പഠിച്ചത്, മറ്റേ ശുശ്രൂഷകളിൽ നിന്ന് പ്രാപിച്ചത്. നോ 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 നോ, നിനക്ക് വേണ്ടിയത് വല്ലവന്റെയും സ്തോത്രം എച്ചിലല്ല നിനക്ക് വേണ്ടിയത്. നിനക്ക് വേണ്ടിയത് വല്ലവന്റെ മെത്തേഡ് അല്ല നിനക്ക് വേണ്ടിയത്. യു നീഡ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. യേശുവിന്റെ നാമത്തിൽ വല്ലവന്റെ മെത്തേഡ് കാർബൺ കോപ്പി അടിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ തമ്പുരാൻ പറയുന്നു, മേലാൽ നീ വല്ലവരിൽ നിന്നല്ല പഠിക്കേണ്ടത്, നിന്നിൽ നിന്ന് മറ്റുള്ളവർ പഠിക്കുന്നവർ സീസൺ വന്നിരിക്കുന്നു. മോശ ചെങ്കടൽ വിഭാഗിച്ച് ഉണങ്ങിയ നിലത്തൂടെ ജനം മറുകര പ്രവേശിച്ചു. സെയിം സെനാരിയോ ആവർത്തിക്കുകയാണ്. യോശുവ യോർദാൻ നദിയെ വിഭാഗിച്ച് ഉണങ്ങിയ നിലത്തുകൂടെ ജനം ഇതാ വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിച്ചു. മോശയിലൂടെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നടന്നു. ജനത്തെ അതിരാവിലെ യോശുവ ഒരുക്കി യെരിഹോവിന് ചുറ്റും നടത്തി. ഒന്ന് ആർപ്പിട്ടപ്പോഴേക്കും ആർക്കും പണിവാൻ കഴിയാത്ത വിധത്തിൽ അത് പൊളിഞ്ഞു വീണ്. സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ശരി, ഇല്ലെങ്കിലും ശരി, ദൈവം അടച്ചാൽ
അങ്ങനെ പറ. ആരും തുറക്കുന്നില്ല. ദൈവം തുറന്നാൽ ആരും അടയ്ക്കുന്നില്ല. യെസ്, ദൈവം പൊളിച്ചാൽ ആരും പണിയത്തില്ല. യേശുവിന്റെ നാമത്തിൽ നിന്ന് പകൽക്കാലം ശാപങ്ങൾക്ക് പൊളിയാം. യേശുവിന്റെ നാമത്തിൽ നിന്ന് പകൽക്കാലം പോരുകൾക്ക് പൊളിയാം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ശത്രുവിന്റെ തന്ത്രങ്ങൾക്ക് ഇന്ന് പകൽക്കാലം പൊളിഞ്ഞു വീഴാം. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ കുടുംബത്തിന് മുൻപിൽ, ജീവിതത്തിന് മുൻപിൽ നിന്ന് വെല്ലുവിളിക്കുന്ന യെരിഹോ അപ്രത്യക്ഷമാകട്ടെ. യോർദാൻ വിഭാഗിക്കപ്പെട്ടു, യെരിഹോവിനെ പൊളിച്ചു. സ്തോത്രം. അതേ മുന്നിലേക്ക് പോയി. ഇടയ്ക്കിടയ്ക്ക് ഇസ്രായേൽ അവനെ തുരിച്ചു നോക്കി, അവൻ ദൈവദാസനാണോ? കാരണം നമ്മുടെ ഇടയിലുള്ള ഒരു ചെറുക്കനാണ്. ഞങ്ങൾ ഒരുമിച്ച് കളിച്ച വളർന്നേ, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചതാ, ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം അതെ ജീവിച്ചവരാ. ഈ ഫെമിലാരിറ്റി ആണല്ലോ നമ്മുടെ യോശുവ, ഞങ്ങളുടെ യോശുവ. പക്ഷെ അൾട്ടിമേറ്റായി ദൈവം തെളിയിച്ചു, ഇത് നിങ്ങളുടെ യോശുവ അല്ല, ഇതെൻ്റെ യോശുവ. നിന്റെ ശുശ്രൂഷയെ, നിന്റെ താലന്തുകളെ അക്സെപ്റ്റ് ചെയ്യാത്തതായ ജനത്തിന്റെ നടുവിൽ നീ ആരെന്ന് പ്രത്യക്ഷമായി ദൈവം തെളിയിപ്പാൻ പോകുന്നു. ഞങ്ങൾക്ക് നേരത്തെ ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു കേട്ടോ. ഭൂമിയിൽ പുള്ളി ഇറങ്ങി നിന്ന് ഭയങ്കര അത്ഭുതങ്ങൾ ചെയ്തതാ. ഭൂമിയിൽ പുള്ളി നിന്ന് 10 ബാധ ചെയ്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് വിടുതൽ കിട്ടിയത്. ഭൂമിയിൽ പുള്ളി നിന്ന് ചെങ്കടൽ വിഭാഗിച്ചു. ഭൂമിയിൽ പുള്ളി മരുഭൂമിയിൽ ഒത്തിരി കാര്യങ്ങൾ, 2 കാലം ഭൂമിയിൽ നിന്ന് ഉറച്ചു നിന്ന് ഭൂമിയിൽ ആ മോശ ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്തു. അപ്പോഴാണ് ഞങ്ങളുടെ യോശുവ. അതുകൊണ്ട് തമ്പുരാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിൻ്റെ പഴയ കാലത്ത് അവൻ ഭൂമിയിൽ ചെയ്തെങ്കിൽ ഞാൻ നിന്നെ കൊണ്ട് ഭൂമിയിൽ മാത്രമല്ല ആകാശത്തിൽ ചെയ്യാൻ പോവാ. സൂര്യനെയും ചന്ദ്രനെയും തടഞ്ഞു നിർത്തി. കേക്ക്. സൂര്യനെയും ചന്ദ്രനെയും തടഞ്ഞു നിർത്തി ഇവൻ ദൈവത്തിന്റെ ദാസൻ എന്ന ദൈവം തെളിയിച്ചു എങ്കിൽ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, നിന്റെ പ്രാർത്ഥന, നിനക്ക് പ്രാർത്ഥിച്ചിട്ട് എന്തോ കിട്ടി, ആരാധിച്ചിട്ട് എന്തോ ഉണ്ടായി, സ്നാനപ്പെട്ടിട്ട് എന്തോ ഉണ്ടായി, തുത്തു പറയാൻ പോയിട്ട് എന്തോ ഉണ്ടായി, നീ പെന്തിക്കോസിൽ പോയിട്ട് എന്തോ ഉണ്ടായി എന്ന് ചോദിക്കുന്നവരുടെ നടുവിൽ അവരുടെ വായ അടക്കുവാൻ വായടക്കുവാൻ പ്രത്യക്ഷമായി ചിലത് ദൈവം ചെയ്യുവാൻ പോകുന്നു. പ്രത്യക്ഷമായി ദൈവം ചിലത് ചെയ്യും. കേൾക്കുന്നവർ ആമേൻ പറഞ്ഞാട്. തിരുവചനം പറയുന്നു, ആ യോശുവ വാഗ്ദത്ത ദേശത്തിൽ പ്രവേശിച്ചു. നേരമില്ല. യോശുവ വാഗ്ദത്ത ദേശത്തിലേക്ക് പ്രവേശിച്ച് സംഭവിച്ചതായ ഒരു മൈനസ് പറഞ്ഞ് മുന്നിലേക്ക് കടന്നു പോകട്ടെ. യോശുവ വാഗ്ദത്ത ദേശത്തിലേക്ക് പ്രവേശിച്ച് ഇപ്രകാരമാണ് പറഞ്ഞത്. സ്തോത്രം. ആ വാഗ്ദത്ത ദേശത്ത് പ്രവേശിച്ച് ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുക. ദാറ്റ് മീൻസ് വാഗ്ദത്ത ദേശം വീണ്ടുമുണ്ട്. പക്ഷേ യോശുവ അകത്ത് കയറിയപ്പോഴേക്കും പുള്ളി അങ്ങ് സെറ്റിൽ ചെയ്തു. യോശുവ പിടിക്കപ്പെടേണ്ടതായ പലതും അല്ലേ, പിടിക്കപ്പെടേണ്ടത് പിടിക്കാതെ പലതിലും അവൻ സെറ്റിൽ ചെയ്തു. ഇന്ന് സ്തോത്രം തൃപ്തിപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? കൂട് കെട്ടി സെറ്റിലായി മതിയെന്ന് എല്ലൊക്കെ ആയി, ഏതാണ്ടൊക്കെ ആയി ഞാൻ സെറ്റിൽ ചെയ്തു. ഒന്ന് പ്രാർത്ഥിക്കാൻ അറിയാം. 2 തൊക്കട 2 അന്യഭാഷയുണ്ട്, 2 3 അന്യഭാഷയുണ്ട്. സെറ്റിൽ ചെയ്തു. സ്തോത്രം. ആരോ വിസ കിട്ടിയപ്പോൾ സെറ്റിൽ ചെയ്തു, ആരോ ജോലി കിട്ടിയപ്പോൾ സെറ്റിൽ ചെയ്തു, ആരോ ശുശ്രൂഷ കിട്ടിയപ്പോൾ സെറ്റിൽ ചെയ്തു, ആരോ പ്ലാറ്റ്ഫോം കിട്ടിയപ്പോൾ സെറ്റിൽ ചെയ്തു. ജിസനെ യൂട്യൂബിൽ വന്നപ്പോൾ ആരോ സെറ്റിൽ ചെയ്തു. സ്തോത്രം. ബോസേ ഏതോ സ്തോത്രം അതേ പ്രോഗ്രാം കണ്ടപ്പോൾ പലരും സെറ്റിൽ ചെയ്തു, പലരും പ്രോഗ്രാമിൽ സെറ്റിൽ ചെയ്തു, പലരും പേരിൽ സെറ്റിൽ ചെയ്തു, പലരും ജോലിയിൽ സെറ്റിൽ ചെയ്തു, പലരും അമേരിക്കയിൽ സെറ്റിൽ ചെയ്തു, പലരും യൂറോപ്പിൽ സെറ്റിൽ ചെയ്തു, പലരും പിള്ളേരെ കല്യാണം കഴിഞ്ഞപ്പോൾ സെറ്റിൽ ചെയ്തു, പലരും ശുശ്രൂഷ എന്ന് പറയുന്ന ഏതോ ഒരു അല്പം തുണ്ട് കിട്ടിയപ്പോൾ സെറ്റിൽ ചെയ്തു. വാഗ്ദത്ത ദേശത്തിൽ എന്തോ ചില ഹെക്ടറുകളും ഏക്കറും കിട്ടിയപ്പോൾ യോശുവ അങ്ങ് സെറ്റിൽ ചെയ്തു. സ്തോത്രം. അതെ, എന്തോ ഏക്കറും ഹെക്ടറും കിട്ടിയപ്പോൾ യോശുവ സെറ്റിൽ ചെയ്തു. പക്ഷെ ഇന്ന് പകൽക്കാലം നിന്റെ സെറ്റിൽമെന്റ് പൊളിക്കാനാണ് ദൈവം ഈ ഒരു ബുൾഡോസിന്റെ ദൂതമായി എന്നെ അയച്ചത്. നോ 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 നോ, ജീവിതത്തിൽ ഒരിക്കലും സെറ്റിൽ ചെയ്യല്ല, ഇനിയുണ്ട്.
ഇനിയുണ്ട്, ഇനിയുമുണ്ട്, ഇനിയുണ്ട്, ഇനിയുണ്ട്. പിടിക്കുവാൻ ഇനിയുമുണ്ട്, നേടുവാൻ ഒത്തിരിയുണ്ട്, പ്രാപിക്കാൻ ഒത്തിരിയുണ്ട്. കൂടെ കൂടെ പറയുന്നത് ഒരിക്കൽ കൂടെ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ കരങ്ങളെ ചലിപ്പിച്ചോട്ടെ. നീ അറിഞ്ഞതിനേക്കാൾ അറിയാത്തത് ഒത്തിരി അധികം. ഓ, നീ പ്രാപിച്ചതിനേക്കാൾ പ്രാപിക്കാനുള്ളത് ഒത്തിരി അധികം. നീ ചെയ്തതിനേക്കാൾ ചെയ്യുവാനുള്ളത് ഒത്തിരി അധികം. നീ കണ്ടതിനേക്കാൾ കാണാനുള്ളത് ഒത്തിരി അധികം. ഓ, നീ നേടിയതിനേക്കാൾ നേടാനുള്ളത് ഒത്തിരി അധികം. In the name of Jesus, come on. ഇന്ന് പകൽക്കാലം എല്ലാ സെറ്റിൽമെന്റിൽ നിന്ന് ജനം പുറത്തു വരട്ടെ. കാരണം സ്തോത്രം, അബ്രഹാമിനോട് ദൈവം പറഞ്ഞ ഭയങ്കര ഒരു വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്തത്തിന്റെ ചെറിയൊരു കോണിൽ കയറിയപ്പോഴേക്കും ഈ പുള്ളി തൃപ്തിപ്പെട്ടു. ഇന്ന് പകൽക്കാലം തൃപ്തിപ്പെട്ട ഏതോ ശുശ്രൂഷകന്മാർ എന്നെ കേൾക്കുന്നു. ഒരു ഡിഗ്രി കിട്ടിയപ്പോഴേക്കും അവർ അതേ സെറ്റിലായി കാണും. ഓ, ഏതോ ശുശ്രൂഷകൾ ലഭിച്ചപ്പോൾ അവർ സെറ്റിലായി കാണും. ഏതോ ചർച്ച കണ്ടപ്പോൾ അവർ സെറ്റിലായി കാണും. 150 വിശ്വാസിയെ കണ്ടപ്പോൾ അവർ പറഞ്ഞു മതി മതി, തൃപ്തിപ്പെട്ടു, മതി മതി, നോ. എന്നാൽ സ്തോത്രം, ഒരു യോശുവ തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കുകയാണ്. ഒരു യോശുവ തലമുറ. ഈ തലമുറയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ എന്ത് കണ്ടാലും അവർക്ക് തൃപ്തിപ്പെടത്തില്ല. അവർക്ക് തൃപ്തിപ്പെടണമെങ്കിൽ കർത്താവിന്റെ സിംഹാസനത്തിന് മുൻപിൽ എത്തുന്നത് വരെ ഹല്ലേലൂയ അവർ മുന്നേറുന്നവരായിരിക്കും. ചെയ്തതിന് അവർക്ക് നന്ദിയുണ്ട്. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. ചെയ്തതിന് നന്ദിയുണ്ട്. ഒരിക്കൽ കൂടെ ആമേൻ പറഞ്ഞാട്ടെ. പ്രാപിച്ചതിന് അവർക്ക് നന്ദിയുണ്ട്. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. ഉപയോഗിച്ചതിന് അവർക്ക് നന്ദിയുണ്ട്. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. അതേ സമയത്ത് ദൈവം തന്നതിന്, ഞങ്ങൾ പ്രാപിച്ചതിന്, ദൈവം ചെയ്തതിന് ഞങ്ങൾക്ക് തൃപ്തിയില്ല. സ്തോത്രം, വീണ്ടും ഞങ്ങൾ മുന്നേറ്. നിങ്ങൾ ചോദിക്കും, സുരേഷ് ബാബു അതെങ്ങനെ പറവാൻ തക്കൊണ്ട് കഴിയും? കേക്ക്. അതുകൊണ്ടാണ് ന്യായാധിപന്മാരുടെ പുസ്തകം ആദ്യത്തെ വാക്യങ്ങൾ പറയുന്നത്. സ്തോത്രം, വാഗ്ദത്ത ദേശം പിടിപ്പാനായി ആര് പുറപ്പെടണമെന്ന് ചോദിച്ചപ്പോൾ ദൈവം പറയുന്നു, യഹൂദ പുറപ്പെടട്ടെ. മീനിങ് യോശുവ അപ്പോഴേക്കും മരിച്ചു കഴിഞ്ഞു. യോശുവ മരിച്ചിട്ടും വാഗ്ദത്ത ദേശം പുറപ്പെടാൻ ഇതാ സ്തോത്രം യഹൂദ പുറപ്പെടുകയാണ്. അർത്ഥം, വാഗ്ദത്തം ടോട്ടലി പിടിക്കപ്പെട്ടിട്ടില്ല. കേട്ടവർ ആമേൻ പറയോ? വാഗ്ദത്തം ടോട്ടലി പിടിക്കപ്പെട്ടിട്ടില്ല. വീണ്ടും ഓൾ ദ വേ വർഷങ്ങൾ കഴിഞ്ഞ്, നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ദാവീദിന്റെ കാലം വന്നപ്പോഴേക്ക് 2 ശമൂവേൽ സ്തോത്രം 5 നിങ്ങൾ കേട്ടതാണ്. അതേ, യെരൂശലേം പിടിക്കുവാൻ, സിയോൻ കോട്ട പിടിപ്പാൻ ദാവീദ് പുറപ്പെടുകയാണ്. ദാറ്റ് മീൻസ് യോശുവ കേറി, അവൻ ഇതാ തൃപ്തിപ്പെട്ടു, അവൻ സെറ്റിൽ ചെയ്തു. ഞാനും എൻ്റെ കുടുംബവും, ഞാനും എൻ്റെ കുടുംബവും, ഞാനും എൻ്റെ കുടുംബവും, ഞാനും എൻ്റെ കുടുംബവും. കമോൺ, ആരോ ഇന്ന് പകൽ പറയുന്നു, ഞാനും എൻ്റെ കുടുംബവും, ഞാനും എൻ്റെ കുടുംബവും. നീ നിന്നെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു കോഴിയെപ്പോലെ കുനിഞ്ഞു നോക്കാതെ, നിന്നെ കുറിച്ച് നിന്റെ കുടുംബത്തെ ചിന്തിക്കുന്ന ഒരു കോഴിയെ പോലെ കുനിഞ്ഞു നോക്കാതെ, ദൈവത്തിന്റെ പദ്ധതിയെ ചിന്തിക്കുന്ന കഴുകരെ പോലെ തല ഉയർത്തി നോക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർ ചോദിക്കും, കോഴിയാണോ കഴുകനാണോ? പെട്ടെന്ന് പറ. ഹല്ലേലൂയ. കോഴിയാണോ കഴുകനാണോ? ഞാൻ, എൻ്റെ പിള്ളേര്, ഞാൻ, എൻ്റെ കുടുംബവും, ഞാൻ, എൻ്റെ കുടുംബവും. എടോ യോശുവ, ദൈവം നിന്നെ വിളിച്ചത് നിനക്ക് നിന്റെ കുടുംബത്തിന് വേണ്ടിയല്ല. നിന്റെ മേൽ ദൈവം എഴുന്നേൽപ്പിച്ചത് അർഹതയില്ലാത്ത സ്ഥാനത്ത് നിന്നെക്കാൾ ഉന്നതന്മാർ ആ ക്യാമ്പിലുണ്ടായിരുന്നു. നിന്നെക്കാൾ ഉന്നതന്മാർ ഇസ്രായേൽ സഭയിലുണ്ടായിരുന്നു. പക്ഷേ ദൈവം നിന്നെ തിരഞ്ഞെടുത്തത് അബ്രഹാമിലൂടെ ദൈവമായ കർത്താവ് അരുളി ചെയ്തത് വാഗ്ദത്തത്തിന്റെ അവസാന ഇഞ്ചു വരെ പിടിപ്പാനാണ്. ഹല്ലേലൂയ. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. അതിൻ്റെ മുഴുവൻ നേടണം. ശബ്ദം ഉയർത്തി പറഞ്ഞേ, മുഴുവൻ നേടണം. ഒരു ഭാഗമല്ല നേടുന്നത്. ശബ്ദം ഉയർത്തി ഒരിക്കൽ കൂടെ പറഞ്ഞാട്ടെ, മുഴുവൻ നേടണം. ഒരിക്കൽ കൂടെ, മുഴുവൻ നേടണം. യോശുവ ഒതുങ്ങി. സ്തോത്രം, ലീഡർ എങ്ങനെ ഇരിക്കുമോ അതുപോലെ ഇരിക്കും. സ്തോത്രം, അതേ കോൺഗ്രിഗേഷൻ. ഓ, ലീഡർ പ്രാർത്ഥിക്കുമ്പോൾ കോൺഗ്രിഗേഷനും പ്രാർത്ഥിക്കും. ലീഡറിന് ദൈവകൃപയുണ്ടെങ്കിൽ കോൺഗ്രിഗേഷനും ദൈവകൃപയുണ്ടായിരിക്കും. ഒരു പാസ്റ്ററോളം മാത്രമേ ഒരു സഭയ്ക്ക് വളരുവാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ. യോശുവ പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബവും സ്തോത്രം ഞങ്ങൾ യഹോവയെ സേവിക്കും. അവൻ സെറ്റിൽ ചെയ്ത് ഒതുങ്ങി. പക്ഷെ വാഗ്ദത്ത ദേശം പിന്നെയും സ്തോത്രം ഒഴിഞ്ഞു കിടക്കുകയാണ്. ഹല്ലേലൂയ. എന്നാൽ ദാവീദ് പറയുന്നു, നോ 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 നോ. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യരായ ദാവീദ് തോറ വായിച്ചപ്പോൾ ദാവീദിന് മനസ്സിലായി, യോശുവ ഇട്ട അതിരല്ല ദൈവത്തിൻ്റെ അതിര്. എനിക്കറിയാം, ഒത്തിരി പേർക്ക് ഷോക്കാണത്. യോശുവയുടെ അതിരല്ല ദൈവത്തിൻ്റെ അതിര് ഇനിയും പിടിക്കാനുണ്ട്.
ഇനിയും വാഗ്ദത്തം നേടാനുണ്ട്. ഈ കാലഘട്ടത്തിലും ദൈവകൃപയാൽ ഇനിയും പ്രാപിപ്പാനുണ്ട്. ഇനിയും ഒത്തിരി പ്രവർത്തികൾ കാണാനുണ്ട്. ഇനിയും ഒത്തിരി ചലനങ്ങൾ നിനക്ക് ഏറ്റെടുക്കുവാനുണ്ട്. ഇനിയും സ്തോത്രം, ഇനിയും മുന്നേറുവാനുണ്ട്. വിശ്വസിക്കുന്ന രണ്ട് കരങ്ങളെ അടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. തിരുവചനം പറയുന്നു, സ്തോത്രം, യോശുവയുടെ ശബ്ദമല്ല യഥാർത്ഥ ശബ്ദം. ദൈവം നിനക്ക് നൽകുന്നതായ ഒരു ശബ്ദമുണ്ട്. കാരണം സ്തോത്രം, ഈ ഇൻട്രഡക്ഷനോടെ ഞാൻ ദൂതിലേക്ക് വരട്ടെ. അതെ, യോശുവ നിങ്ങൾക്ക് നൽകിയതായ സ്വസ്ഥതയല്ല സ്വസ്ഥത, പകരം ക്രിസ്തു നിങ്ങൾക്ക് നൽകുന്നതായ ഒരു സ്വസ്ഥതയുണ്ട്. ഒരിക്കൽ കൂടെ, യോശുവ നിങ്ങൾക്ക് നൽകിയ സ്വസ്ഥതയല്ല വലിയ സ്വസ്ഥത, പകരം ക്രിസ്തു നിങ്ങൾക്ക് നൽകുന്നതായ ഒരു സ്വസ്ഥതയുണ്ട്. സഹോദരി സഹോദരന്മാരെ, എൻ്റെ കണ്ണിൽ നോക്കിയാട്ടെ, ദൈവം യുദ്ധത്തിന്റെ ദൈവമല്ല. ദൈവം സ്തോത്രം, അതെ, ഉഴപ്പിന്റെ ദൈവമല്ല, പകരം ദൈവം സ്വസ്ഥതയുടെ ദൈവമാണ്. 3 തരത്തിലുള്ള സഭകളെ നിങ്ങൾക്ക് കാണുവാൻ തൊക്കെ കഴിയും. ഒന്ന്, ലേസി ചേർച്ച്, ഒന്നും ചെയ്യാതെ ഉഴപ്പി നടക്കുന്ന വിശ്വാസികൾ. ഒന്നും ചെയ്യാതെ പ്രാർത്ഥിക്കത്തില്ല, ബൈബിൾ വായിക്കത്തില്ല, സ്തോത്രം, ദൈവത്തിന് വേണ്ടി വില കൊടുക്കത്തില്ല, കർത്താവിന്റെ സന്നിധിയിൽ സ്തോത്രം അതെ ആകേണ്ടതുപോലെ ആകത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കൊയ്നോനിയ ദൈവിക കൂട്ടായ്മകൾ നടക്കാതെ ഉഴപ്പി നടക്കുന്നവൻ അവൻ ഒന്നും നേടത്തില്ല. അങ്ങനെ ഇരുന്നാൽ മതി. രണ്ടാമത് നടക്കുന്ന സ്തോത്രം, രണ്ടാമത്തെ ഗ്രൂപ്പ്, രണ്ടാമത്തെ ഒരു സഭയുണ്ട്. അവരെന്നും പോരാട്ടത്തിലാണ്. അവർ പറയും എന്നും പോരാട്ടത്തിലാണ്, എന്നും അവർ പോരാട്ടത്തിലാണ്. അവർ പൊരുതി തങ്ങളുടെ ജീവിതകാലം കഴിക്കുന്നു. പൊരുതിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത് സ്തോത്രം, നീ പോരാട്ടത്തിൻ്റെ സഭയാകാനല്ല, നീ ഉഴപ്പത്തിൻ്റെ സഭയാകാനല്ല, തേജസ്സിൻ്റെ സഭ അഥവാ മഹത്വത്തിൻ്റെ സഭയാകുക. ഹല്ലേലൂയ. മഹത്വത്തിൽ നിങ്ങളായിരിക്കുമ്പോൾ പോരാട്ടമുണ്ട്, മഹത്വത്തിൽ നിങ്ങൾക്ക് യുദ്ധമുണ്ട്. പക്ഷേ പ്ലസ് പോയിന്റ്, ഏറ്റവും വലിയ പ്രധാനപ്പെട്ട സത്യം മനസ്സിലാക്ക്, ആ യുദ്ധം നിങ്ങളല്ല ചെയ്യുന്നത്, ദൈവമാണ് യുദ്ധം ചെയ്യുന്നത്. ദൈവമാണ് യുദ്ധം ചെയ്യുന്നത്. 850 കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന ഒരു എയർക്രാഫ്റ്റിൽ കയറിയിരുന്ന് ബോംബെയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഫ്ലൈ ചെയ്യുമ്പോൾ 850 കിലോമീറ്റർ വേഗതയിലാണ് ഈ കുന്തം പോകുന്നതെന്ന് നിങ്ങൾക്ക് അറിയത്തേയില്ല. എന്നാൽ സ്തോത്രം, 25 കിലോമീറ്ററിൽ പോകുന്ന ഓട്ടോറിക്ഷയാണെങ്കിൽ നിങ്ങൾ നന്നായി അറിയാം, റോഡിൽ എത്ര കുഴിയുണ്ടെന്ന് വളരെ നന്നായിട്ട് അറിയാം. അതേ സ്തോത്രം, ഓട്ടോ എങ്ങോട്ടാണോ വലയുന്നത് അതുപോലെ നിങ്ങൾ വലയും. ഞാൻ പറയട്ടെ, കൃപയിലുള്ളതായ ജീവിതത്തിൽ അവന്റെ പ്രസൻസിൽ ജീവിച്ചാൽ, അവന്റെ സാന്നിധ്യത്തിൽ ജീവിച്ചാൽ ആ പോരാട്ടം നീ അറിയത്തു പോലുമില്ല. അറ്റൻഷൻ നീ അറിയത്തു പോലുമില്ല. യുദ്ധം നീ അറിയത്തില്ല. മനസ്സിലാക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. കാരണം നിന്നെ കവർ ചെയ്യുന്ന എൻവയോൺമെന്റ് അതാണ്, നിന്നെ മൂടിയിരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം അതാണ്. അതറിഞ്ഞെങ്കിൽ എന്നേ ഹാർട്ട് അറ്റാക്ക് വന്ന് നീ തൊലഞ്ഞേനെ. ആ പ്രഷർ നിന്റെ മേൽ വന്ന അറിഞ്ഞെങ്കിൽ എന്നേ നീ തകർന്നു പോയേനെ. എന്നാൽ ഇത് പകൽക്കാലം സാന്നിധ്യം കൊണ്ട് പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന കർത്താവിനെ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞ്. ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് അസ്വസ്ഥതകൾ ജീവിക്കാനല്ല. പോരുകളുണ്ട്, വെല്ലുവിളികളുണ്ട്, ഹല്ലേലൂയ, അക്സെപ്റ്റ് ചെയ്യാത്തതായ ജനമുണ്ട്. പക്ഷേ അതിൻ്റെ നടുവിൽ ഇൻ ദ നെയിം ഓഫ് ജീസസ്, എൻ്റെ അപ്പൻ എങ്ങനെയിരുന്നോ അതുപോലെയാണ് ഞാൻ ഇരിക്കുന്നത്. എൻ്റെ അപ്പൻ എങ്ങനെയുള്ള ദൈവമോ? എൻ്റെ അപ്പൻ അസ്വസ്ഥതയുടെ ദൈവമല്ല, അവൻ സ്വസ്ഥതയുടെ ദൈവമാണ്. ക്രിയേഷൻ ഓൺവേഴ്സ്, സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവമായ കർത്താവിൽ വെളിപ്പെട്ടതായ സ്വസ്ഥത നിങ്ങൾക്ക് കാണുവാൻ കഴിയുക. ഒരിക്കൽ കൂടെ, ക്രിയേഷൻ്റെ സൃഷ്ടിയുടെ ആരംഭത്തിലെ ദൈവം സ്വസ്ഥതയുടെ ദൈവമാണ്. 1 2 3 4 5 6 ദിവസം ദൈവം സകലതിനെ സൃഷ്ടിച്ചു. സകലതിനെ ദൈവം സൃഷ്ടിച്ചു. സകലതിനെ ദൈവം സൃഷ്ടിച്ച് കഴിഞ്ഞിട്ട് 7ാമത്തെ ദിവസം ദൈവം സ്വസ്ഥമായിരുന്നു. വായിച്ചിട്ടുള്ള കാര്യങ്ങളെ ഉയർത്തിയാണ്. 7ാമത്തെ ദിവസം ദൈവം ടെൻഷനായിരുന്നില്ല. 7ാമത്തെ ദിവസം ഇഞ്ചി കടിച്ച കുരങ്ങനെ പോലെ ദൈവം ഇരുന്നില്ല. കമാൺ, കേട്ടവർ ആമേൻ പറ. രണ്ടുപേരും നോക്കി ഒന്ന് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഒന്ന് നോക്കിയാട്ടെ, എങ്ങനെ ആൾക്കാർ ഇരിക്കുന്നതെന്ന് നോക്ക്, എങ്ങനെയായിരിക്കുന്നത് ഒന്ന് നോക്കിയാട്ടെ, ഒന്ന് നോക്കിയാട്ടെ. കമാൺ, ഒന്ന് നോക്കിയാട്ടെ. ദൈവം എങ്ങനെയായിരുന്നത്? ദൈവം സന്തോഷത്തോടെ, ദൈവം സ്വസ്ഥമായിരുന്നു, ദൈവം സ്വസ്ഥമായിരുന്നു. ദൈവം ഒരു നക്ഷത്രം കൂടെ സൃഷ്ടിക്കാൻ പറ്റിയില്ലല്ലോ. കുറച്ച് പുല്ലുകൂടെ ഉണ്ടാക്കാമായിരുന്നല്ലോ. 4 കരടിയെ കൂടെ ഉണ്ടാക്കാമായിരുന്നല്ലോ. കുറച്ച് മുള്ളം പന്നിയെ കൂടെ അവരെ കുത്താൻ വേണ്ടി. ദൈവം അതൊന്നും പറഞ്ഞില്ല. അപ്പം റിലാക്സ് ആയിരുന്നു. എല്ലാം സൃഷ്ടിച്ചു കഴിഞ്ഞു. നിനക്കുള്ള കരിയേപ്പല വരെ
നിനക്കുള്ള കറിവേപ്പില വരെ, നിനക്കുള്ള മല്ലി ഇല വരെ, നിനക്കുള്ളതായ കടുക് വരെ കർത്താവ് മുഴുവൻ സൃഷ്ടിച്ച് കഴിഞ്ഞിട്ട് അവൻ സ്വസ്ഥമായിരുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു, ആ കൊയിനോനിയയിൽ വചനപ്രകാരം നടന്ന് ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ നടക്കുമ്പോൾ ആ കർത്താവ് വസിക്കുന്ന തലത്തേക്ക് നിങ്ങൾ കയറി വന്ന് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ യുദ്ധത്തിലല്ല ജീവിക്കുന്നത്, നിങ്ങൾ വെല്ലുവിളിയിലല്ല ജീവിക്കുന്നത്. യുദ്ധം ഉണ്ടായിരിക്കും, ചൊറിയുന്നവരുണ്ടായിരിക്കും, പ്രശ്നമുണ്ടാക്കുന്ന പന്ന പിശാചുണ്ടായിരിക്കും. പക്ഷേ ഇൻ ദ നെയിം ഓഫ് ജീസസ് എൻ്റെ അപ്പൻ്റെ സാന്നിധ്യത്തിലാണ് ഞാൻ വസിക്കുന്നത്. ചൊറിതനം പോലെ ചൊറിയുന്ന പന്ന പിശാചുണ്ടായിരിക്കും. പക്ഷേ നീ പറയും, എന്റെ റേഞ്ച് വേറെയാ, കേറിവാ, എന്റെ റേഞ്ച് വേറെയാ, എന്റെ റേഞ്ച് വേറെയാ. ഓ ഹല്ലേലൂയ. ഓ നിന്റെ റേഞ്ചിൽ ഞാൻ ഇറങ്ങത്തില്ല, നിന്റെ തലത്തേക്ക് ഞാൻ ഇറങ്ങത്തില്ല. ഓ ഹല്ലേലൂയ. നിലത്തുകൂടെ ഇഴഞ്ഞു പോകുന്ന മൂർഖൻ പാമ്പിനെ കണ്ട് കഴുകന്റെ BP കൂടത്തില്ല. ഒരിക്കൽ കൂടെ, നിലത്തൂടെ ഇഴഞ്ഞു പോകുന്ന വിഷപ്പാമ്പിനെ കണ്ട് കഴുകന്റെ BP കൂടത്തില്ല. എടാ പാമ്പേ, നിനക്ക് എത്ര വേഷം ഉണ്ടെങ്കിലും എനിക്ക് 2 ചിറകുള്ളിടത്തോളം കാലം എനിക്ക് 2 ചിറകുള്ളിടത്തോളം കാലം നിന്റെ ചൊറിച്ചിൽ, നിന്റെ വിഷം എന്നെ തൊടത്തില്ല. ഇൻ ദ നെയിം ഓഫ് ജീസസ് കേറി വാ ദൈവ പൈതലേ. ശത്രു നിനക്കെതിരെ ഒരുക്കുന്ന ഒരു കുതന്ത്രവും ഇൻ ദ നെയിം ഓഫ് ജീസസ് നിന്നെ ബാധിക്കയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ ചൊറിയുന്ന, നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന ശക്തികൾ ഉണ്ടായിരിക്കും, നിന്നെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന, ഞാൻ ഇന്ന് പകൽ അത് മനസ്സിലാക്കി അറ്റ്മോസ്ഫിയർ, നിന്നെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന പല ഈവിൾ ഫോഴ്സസ് ഓഫ് ഡാർക്ക്നെസ് ഉണ്ടായിരിക്കും. പക്ഷേ ഇൻ ദ നെയിം ഓഫ് ജീസസ് പന്ന പിശാചേ, നീ എന്താ വിചാരിച്ച്? എന്റെ കർത്താവ് വീരനായി വീരനായി ഇന്ന് പകൽക്കാലം പുറപ്പെട്ടു കഴിഞ്ഞു. ഹല്ലേലൂയ. നിന്റെ തന്ത്രം എന്നെ ബാധിക്കയില്ല, എന്നെ ബാധിക്കയില്ല, എന്നെ ബാധിക്കല്ല. കാരണം എൻ്റെ ജയം വന്നു കഴിഞ്ഞു. നിങ്ങൾ ചോദിക്കും, ബ്രദറെ ഇന്ന് പകല് ജിസം പാടിയപ്പോഴാണോ അതേ ജയം വന്നേ, അതോ ബ്രദർ മൈക്ക് എടുത്തപ്പോഴാണോ ജയം വന്നേ? രണ്ടുമല്ല മക്കളെ. എൻ്റെ ജയം, നമ്മളെ ജയം വന്നിട്ട് കുറെ കാലമായി, നമ്മുടെ ജയം വന്നിട്ട് കുറെ കാലമായി. 2000 വർഷങ്ങൾക്ക് മുമ്പ് എനിക്കും നിനക്കും വിരോധമായി എഴുതിയ കൈയെഴുത്ത് പ്രതിയെ കർത്താവ് യേശു ക്രിസ്തു മായ്ച്ചു കളഞ്ഞിട്ട് പിശാചിന്റെ സകല അജണ്ടയെ കാൽവരി ക്രൂശിന്മേൽ വെച്ച് പരാജയപ്പെടുത്തിയിട്ട് അവൻ പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഹല്ലേലൂയ. നിങ്ങളുടെ ജയം ക്രൂശിൽ വന്നു കഴിഞ്ഞു. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. നിങ്ങളുടെ ജയം ക്രൂശിൽ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഇങ്ങനെ മേല ജയം തരണമേ, ജയം തരണമേ, ജയം തരണമേ, ജയം തരണമേ. നോ 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 നോ, ജയം വന്നു കഴിഞ്ഞു. സൗഖ്യം തരണമേ, സൗഖ്യം തരണമേ, സൗഖ്യം തരണമേ, സൗഖ്യം തരണമേ. നോ നോ, അവൻ്റെ ആടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. 1 Petrus 2:24 അവൻ്റെ ആടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നാളെ ഡോക്ടർ ഏതാണ്ട് വളർന്നു പോകുന്നു, ഏതാണ്ട് മറ്റേതാണ് എന്ന് പറഞ്ഞാൽ ഉടനെ പറയണം, പ്രൈസ് ദി ലോർഡ്, ഒരു അത്ഭുതം കൂടെ ഞാൻ കാണുവാൻ വേണ്ടി പോകുന്നു. കാരണം എന്ത്? അവൻ്റെ ആടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നു കഴിഞ്ഞു. യേശുവിൻ്റെ നാമത്തിൽ കൈയടിക്കുന്നെങ്കിൽ നേരെ കരങ്ങളടിച്ച്, അവൻ്റെ ആടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നു കഴിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളേക്ക് ഏതാണ്ട് പ്രാർത്ഥിച്ച് ഞാൻ ഇറക്കി നിർത്തും എന്ന് പറയുന്ന മതമാണ്. നാളേക്ക് ഏതാണ്ട് കൈയടിച്ച് ഞാൻ ഇറക്കി നിർത്തും എന്ന് പറയുന്നത് അതേ മതമാണ്. നാളെ എന്തോ എൻ്റെ പെർഫോമൻസ് കൊണ്ട്, നാളെ എന്തോ എൻ്റെ പരിപാടി കൊണ്ട് ഞാൻ ഇറക്കി നിർത്തും എന്നല്ല തിരുവചനം പറയുന്നത്. ഓൾറെഡി ക്രൈസ്റ്റ് നിനക്ക് വേണ്ടി സകലതും ചെയ്തു കഴിഞ്ഞു. ഓ കമാൻ, ബാലൻസ് ചെയ്ത് പറയട്ടെ. ഓൾറെഡി നിനക്ക് വേണ്ടി കർത്താവ് എല്ലാം ചെയ്തു കഴിഞ്ഞു. നിനക്ക് ആവശ്യമുള്ള സകലതും കർത്താവ് ഒരുക്കി കഴിഞ്ഞു. നിന്റെ ജോലി ഒരുങ്ങിക്കഴിഞ്ഞു. സ്തോത്രം. നിന്റെ വരുമാനം ഒരുങ്ങിക്കഴിഞ്ഞു. നിന്റെ ശുശ്രൂഷ ഒരുങ്ങിക്കഴിഞ്ഞു. നിന്നിലൂടെ ദൈവം ചുമാൻ പോകുന്ന വലിയ ചലനം, വലിയ മൂവ്മെന്റ്, അത് ഒരുങ്ങിക്കഴിഞ്ഞു. നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള സകലത ഒരുങ്ങിക്കഴിഞ്ഞു. ആരോ വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നെങ്കിൽ, കാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നെങ്കിൽ അത് ഒരുങ്ങിക്കഴിഞ്ഞു. നീ അതിനു വേണ്ടിയല്ല കാത്തിരിക്കുന്നത്, അത് നിനക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്.
നീ അതിനു വേണ്ടിയല്ല കാത്തിരിക്കുന്നത്, അത് നിനക്ക് വേണ്ടിയാ കാത്തിരിക്കുന്നത്. നിന്റെ ജോലി എന്താണ്? 100% ദൈവിക കൊയിനോനിയിൽ നീ നടക്കുക. ദൈവത്തിൻ്റെ ഹിതപ്രകാരം. ദൈവഹിതമില്ലാത്ത വാതിൽ വേണ്ട, ദൈവഹിതമില്ലാത്ത വഴി വേണ്ട, ദൈവഹിതമില്ലാത്ത റിലേഷൻഷിപ്പ് വേണ്ട. സ്തോത്രം. ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഞാൻ നടക്കുമ്പോൾ ലോകസ്ഥാപനത്തിന് മുമ്പേ കർത്താവ് എന്നെ കണ്ടതാ. നിങ്ങൾ ഈ അടുത്ത സമയത്താണ് കണ്ടത്, പക്ഷേ ലോകസ്ഥാപനത്തിന് മുമ്പേ കർത്താവ് എന്നെ കണ്ടതാ. 2000 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് വേണ്ട സകല പരിപാടികളും അവൻ സെറ്റ് ചെയ്തിരിക്കുക. അതുകൊണ്ട് ഈ ഞാഞ്ഞൂല് ഭൂതമുണ്ടാക്കുന്ന ഒന്നും എന്നെ ബാധിക്കത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ലൂസിഫറിന്റെ ഫോണിൽ സ്തോത്രം ഇപ്പോൾ എന്നെക്കുറിച്ച് നിങ്ങളെക്കുറിച്ച് കേൾക്കുന്ന കാര്യം, നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ പരിധിക്ക് പുറത്താണ്. മനസ്സിലാക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. ദുഷ്ടന്റെ പരിധിയിൽ നിന്നെ കിട്ടത്തില്ല. ഹല്ലേലൂയ. ശത്രുവിന്റെ പരിധിയിൽ നിന്നെ തൊടുവാൻ കഴിയത്തില്ല. ദൂത സ്വസ്ഥതയിൽ ജീവിക്കുക. In Jesus' name. Somehow നമ്മുടെ പെന്തക്കോസ്റ്റൽ റിലീജിയസ് മെന്റാലിറ്റിയിൽ വർഷങ്ങളിൽ പൊരുതണം, പ്രാർത്ഥിക്കണം, സ്പിരിച്വൽ വാർഫെയർ ചെയ്യണം. ഞാൻ ചെയ്തിട്ടുണ്ട്, കാര്യമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു. പുരുഷനായ ശേഷമോ ശിശുവിനുള്ളത് വിട്ടുകളയുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, സ്തോത്രം, നമ്മുടെ പെർഫോമൻസിലല്ല പരിപാടി നടക്കുന്നത്, കർത്താവിൻ്റെ മഹത്വത്തിലാണ്. കർത്താവ് സകലതും നിങ്ങൾക്ക് വേണ്ടി ചെയ്ത് കഴിഞ്ഞ്, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്ത് കഴിഞ്ഞു. പ്രാർത്ഥിക്കണം, ബൈബിൾ വായിക്കണം, 100% ദൈവികമായ കൂട്ടായ്മയിൽ അനുസരിച്ച് നടക്കണം. ചർച്ചിൽ വരണം, എല്ലാം നടക്കുന്നു, എല്ലാം ചെയ്യുന്നു. എന്തിനു വേണ്ടി? ദിവ്യമായ കൂട്ടായ്മയിൽ കർത്താവിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ജീവിക്കാൻ. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. അങ്ങനെയാകുമ്പോൾ നിനക്ക് ആവശ്യമുള്ള സകലതും സ്തോത്രം ദൈവകൃപയാൽ അവൻ നിനക്ക് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നു. നിങ്ങൾ ജീവിക്കുന്നത് സമാധാനമായിട്ടാണ്. പീസ് unto you. 2 കരങ്ങളെ അടിച്ച് വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിച്ചേ. ഏഴാം നാളിൽ ദൈവം സ്വസ്ഥമായിരുന്നു. 7-ാം നാൾ, സൃഷ്ടിയുടെ ആരംഭത്തിൽ 7-ാം നാൾ, ശബത്ത് നാൾ ദൈവം സ്വസ്ഥമായിരുന്നു. 7-ാം നാൾ, എല്ലാവരും പറഞ്ഞാട്ടെ, 7-ാം നാൾ. 7-ാം നാൾ. പക്ഷേ സഹോദരി സഹോദരന്മാരെ, 7-ാം നാൾ മാത്രമല്ല സ്വസ്ഥത. തിരുവനന്തപുരത്ത് വേറൊരു ടൈം കൂടെ പറയുന്നു, സ്വസ്ഥതയിൽ 7-ാം വർഷം സ്വസ്ഥമാണ്. കേട്ടിട്ടുള്ള ഒരു കാര്യങ്ങൾ ഉയർത്തിയാട്ടെ. 7-ാം വർഷം ബൈബിൾ വായിച്ചാലേ കൈ ഉയർത്താൻ പറ്റത്തുള്ളൂ. യെസ്, 7-ാം വർഷം അത് ശബത്ത് വർഷമാണ്. 7-ാം വർഷം ശബത്ത് വർഷം. ലേവ്യപുസ്തകം 25-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. സ്തോത്രം, 7-ാം വർഷം അത് ശബത്ത് വർഷമാണ്. അർത്ഥം, യഹൂദൻ്റെ സ്ഥാനത്ത്, യഹൂദൻ്റെ കൃഷിയിടങ്ങളിലേക്ക് കടന്നു പോയാൽ 1, 2, 3, 4, 5, 6 വർഷം അവൻ വിതയ്ക്കും, അവൻ കൊയ്യും, അവൻ കലപ്പുരകൾ കൂട്ടിവെക്കും. ഒരിക്കൽ കൂടെ, അവൻ വിതയ്ക്കും, കൊയ്യും, കലപ്പുരകൾ കൂട്ടിവെക്കും. 6 വർഷം വിതയും കൊയ്ത്തും കലപ്പുരകൾ കൂട്ടിവെക്കുന്നുണ്ടായിരിക്കും. പക്ഷേ 7-ാം വർഷം അവൻ അങ്ങോട്ട് പോകത്തില്ല. 7-ാം വർഷം വിതയ്ക്കാനും പോകത്തില്ല, കൊയ്യാനും പോകത്തില്ല. സ്തോത്രം, അതെ, അവന് 7-ാം വർഷം സ്തോത്രം സ്വസ്ഥമായിരിക്കും. കാര്യം കർത്താവ് പറഞ്ഞു, 7-ാമത്തെ വർഷം സ്തോത്രം, അതെ, നീ വിതയ്ക്കല്ല, ദേശത്തിന് ശബതാണ്. സ്തോത്രം, ഇന്ന് നിങ്ങൾ ഇസ്രായേൽ പോകുമ്പോൾ ശബത്ത് വർഷമാണ് ആണെങ്കിൽ നിശ്ചയമായി നിങ്ങൾക്ക് കാണാൻ കഴിയും, കൃഷിയിടങ്ങൾ മുഴുവൻ ഒഴിഞ്ഞു കിടക്കുകയാണ്. കൃഷിയിടങ്ങൾ മുഴുവൻ ഇസ്രായേലിൻ്റെ സിസ്റ്റമാണ് ഞാൻ പറയുന്നത്. കാരണം ദൈവത്തിൻ്റെ സിസ്റ്റം, ഐ എം സോറി, ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ സിസ്റ്റമല്ല, ദൈവത്തിൻ്റെ സിസ്റ്റമാണ് ഞാൻ പറഞ്ഞത്. 7-ാമത്തെ വർഷം സ്തോത്രം, അതേ, അവർ വിതക്കത്തില്ല. ഒരാൾ മാത്രം സ്തോത്രം പറഞ്ഞു, അയക്കെങ്കിലും മനസ്സിലായില്ല, അതിനായി സ്തോത്രം. ഹല്ലേലൂയ. കാര്യം ബാക്കിയുള്ളവർ മിണ്ടാതിരുന്നു. ബാക്കിയുള്ളവർക്ക് ഇടിതി വെട്ടി. അവർ പറഞ്ഞു, കണ്ട കോടാലി ദൂത് പറയാതെ ബ്രദറെ, 7-ാം വർഷം വിതച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ജീവിക്കുന്നത്? എൻ്റെ പേരാണ് സ്വസ്ഥത. ദൂത് ഇതാണ്, നീ വിതയ്ക്കുന്നത് കൊണ്ടല്ല നീ തിന്നുന്നത്, നീ കൊയ്യുന്നത് കൊണ്ടല്ല ജീവിക്കുന്നത്. അപ്പച്ചൻ ജീവിക്കുന്നത് കൊണ്ടാണ്, അവൻ കരുതുന്നത് കൊണ്ടാണ് നീ ജീവിക്കുന്നത്. ഹല്ലേലൂയ. 7-ാം വർഷം സ്തോത്രം, വിതച്ചില്ലെങ്കിലും നീ പട്ടിണി കിടക്കത്തില്ല. 7-ാം വർഷം നീ വിതച്ചില്ലെങ്കിലും സ്തോത്രം, നീ പട്ടിണി കിടക്കത്തില്ല. കാര്യം എന്ത്? 5-ാമത്തെ വർഷം, 6-ാമത്തെ വർഷം, പ്രത്യേകിച്ച് 6-ാമത്തെ വർഷം നീ ഇങ്ങനെ കൊയ്ത് മുന്നോട്ട് പോകുമ്പോൾ ചിലതെല്ലാം പിന്നിലേക്ക് ഇങ്ങനെ ചെതറി വീഴും. സ്തോത്രം, അതെ, ചിലതെല്ലാം ചോർന്ന് വീഴും. പക്ഷേ ഇന്നലകളിലുള്ള ചോർച്ച നാളത്തെ ചില അൺഎക്സ്പെക്റ്റഡായ നന്മയായി തീരും. കേട്ടവർ ആമേൻ പറഞ്ഞേ. ഇന്നലകളിൽ കൊയ്തു പോകുമ്പോൾ ചിലതെല്ലാം ഓൾറെഡി സ്തോത്രം ചോർന്നു വരും. അതെന്താണെന്നറിയോ? ഇന്ന് പകൽക്കാലം ഇന്നലകളിൽ എവിടെയോ വെച്ച് ചിലതെല്ലാം കൈമോശം വന്നെന്ന് ആരെങ്കിലും പറയുന്നു എങ്കിൽ നീ അറിയാതിരിക്കെ നാളെ അന്യന്റെ മുൻപിൽ കൈ നീട്ടാതിരിക്കേണ്ടതിന് വേണ്ടി ദൈവം അത് വിതച്ചിട്ടതാണ്.
പഴം 7-ാം വർഷം സ്തോത്രം ആ വയല് സ്വസ്ഥമായിരിക്കുക, അതിൽ ശൂന്യമാണ്. പക്ഷേ സ്തോത്രം അത് ആ 7-ാം വർഷം എങ്ങനെ ജീവിക്കുമെന്ന് പറയുമ്പോൾ ആ കൊയ്ത്തിൻ്റെ സമയമാകുമ്പോൾ ചിലതെല്ലാം വളർന്നു നിൽക്കുന്നു. ഒരിക്കൽ കൂടെ ചിലതെല്ലാം വളർന്നു നിൽക്കുന്നു. ഗോതമ്പാണെങ്കിൽ ഗോതമ്പ്, യവമാണെങ്കിൽ യവം, അത് വളർന്നു നിൽക്കുന്നു. പക്ഷേ നീ വിതച്ചത് കൊണ്ടല്ല അത് വളർന്നത്. ഈ വർഷം നീ പട്ടിണി കിടക്കാതിരിക്കേണ്ടതിന് സർപ്രൈസായി മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് ചിലത് വളർന്നു നിൽക്കുകയാണ്. യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ എന്തോ ചെയ്യും എന്ന് ചോദിക്കുന്നതായ ചോദ്യങ്ങളുടെ നടുവിൽ സർപ്രൈസായ ചില കരുതലുകൾ തലയെടുപ്പോടെ ദൈവകൃപയാൽ അത് വളർന്നു നിൽക്കട്ടെ. മനസ്സിലാക്കുന്നവർ ആമേൻ പറയൂ. യെസ്, 6-ാമത്തെ വർഷം അവർ കൊയ്ത് മുന്നിലേക്ക് കടന്നു പോകുമ്പോൾ വീണ്ടും ഞാൻ പറയുന്നു സ്തോത്രം ചിലതെല്ലാം ചെതറി വീഴുമല്ലോ. അത് സ്തോത്രം 7-ാമത്തെ വർഷം പടുതലയായി, അങ്ങനെയല്ലയോ നിങ്ങളുടെ പുസ്തകം പറയുന്നത്? പടുതലയായി അതെല്ലാം വളർന്നു നിൽക്കുന്നു. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, പടുതല. പടുതല. ഹല്ലേലൂയ, പടുതല. കാരണം പട്ടിണിക്കല്ല ദൈവം എന്നെ വിളിച്ചത്, സർപ്രൈസിന് വേണ്ടി, കരുതലിന് വേണ്ടിയാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. സോ 7-ാമത്തെ വർഷവും ഞാൻ വിതയ്ക്കുന്നത് കൊണ്ടല്ല സ്തോത്രം ഞാൻ ജീവിക്കുന്നത്, അപ്പൻ ജീവിക്കുന്നത് കൊണ്ടാണ് ഞാനും ജീവിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ഞാനൊരു ദൂത് പറയാം. നിങ്ങളുടെ മാർഗ്ഗം കൊണ്ടല്ല നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയെങ്കിൽ എങ്ങനെയും ജീവിക്കാമായിരുന്നു. നോ, സർട്ടിഫിക്കറ്റ് കൊണ്ടല്ല, വിസ കൊണ്ടല്ല, പകരം സ്തോത്രം ഈ ലോകത്തിലെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടല്ല, കർത്താവ് ജീവിക്കുന്നത് കൊണ്ട്. യേശുവിൻ്റെ നാമത്തിൽ അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നു. അതുകൊണ്ട് നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടാട്ടെ. 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. കുറച്ചുകൂടെ കഠിനമായ കാര്യം പറയാം, ഒറ്റ എണ്ണം സ്തോത്രം പറയത്തില്ല. സ്തോത്രം 7-ാം വർഷം ശബദ വർഷമെന്ന് ഞാൻ പറഞ്ഞല്ലോ. നോക്ക്, എന്തോ ഉണർവെന്ന് നോക്ക്, ഇന്ന് പകൽ എന്തോ ഉണർവെന്ന് നോക്ക്. എൻ്റെ മീറ്റിങ്ങിൽ നിന്ന് ബഹളം ഉണ്ടാക്കുന്ന എല്ലാ എണ്ണവും എന്നെക്കാൾ വലിയ പ്രാസംഗികരാകും. അപ്പോൾ നോക്ക്, സ്തോത്രം നമുക്ക് സ്വസ്ഥതയും അവർക്കെല്ലാം അസ്വസ്ഥതയാണ്. നോ നല്ല പിള്ളേരാ. സ്തോത്രം കരങ്ങളെ ചലിപ്പിച്ച ദൈവത്തെ സ്തുതിച്ചാൽ. സോ നോക്ക്, തിരുവചനം പറയുന്നു 7-ാം വർഷം അത് സ്വസ്ഥമായ വർഷമാണ്. 7-ാം വർഷം സ്വസ്ഥമായ വർഷം. പക്ഷേ ഈ ഡബിൾ ശബദമുണ്ട്, അല്ലെങ്കിൽ ശബദിൻ്റെ ശബദമുണ്ട്. 7-ാം വർഷം സ്തോത്രം നിങ്ങൾ വിതയ്ക്കാൻ പാടില്ല. അങ്ങനെ 7 എണ്ണയണം. ലേവ്യ പുസ്തകം 25-ാം അധ്യായം 8 മുതൽ താഴോട്ട്. മക്കളെ ഒന്ന് ഡിസ്പ്ലേ ചെയ്തേ. 7-ാം അധ്യായം സ്തോത്രം, അതെ 25-ാം അധ്യായം, ലേവ്യ പുസ്തകം 25-ാം അധ്യായം 8 മുതൽ താഴേക്ക് ശബ്ദം ഉയർത്തി വായിക്കുക. പിന്നെ 7 ശബദാണ്ടായ 7 സംവത്സരം എണ്ണയണം. അങ്ങനെ 7 ശബദാണ്ടായ 49 സംവത്സരം കഴിയണം. എന്താ മനസ്സിലായി? അപ്പോൾ 7 ശബദാണ്ട് 7 വർഷം കഴിഞ്ഞ് 7 ഗുണം 7 പറ എത്ര? ആരാ 14 എന്ന് പറഞ്ഞേ? കമോൺ, 7 ഗുണം 7 ആരാ 14 എന്ന് പറഞ്ഞേ? സ്തോത്രം. നോക്ക്, 7 ഗുണം 7 49-ാമത്തെ വർഷം. 49-ാം വർഷം 9-ാമത്തെ വാക്യം നോക്കി. 9-ാമത്തെ വാക്യം, അടുത്ത വാക്യം. അപ്പോൾ 7-ാം മാസം 10-ാം തീയതി കാഹളം ധ്വനിപ്പിക്കണം. പാപപരിഹാര ദിവസത്തെ നിങ്ങൾ നിങ്ങളുടെ ദേശത്ത് എല്ലാവിടും കാഹളം ധ്വനിപ്പിക്കണം. 10-ാം വാക്യം. 50-ാം സംവത്സരം ശുദ്ധീകരിച്ച് ദേശത്തെല്ലായിടവും സകല നിവാസികൾക്ക് സ്വാതന്ത്ര്യം പ്രസിദ്ധമാക്കണം. അത് നിങ്ങൾക്ക് പറ യോബേൽ സംവത്സരമായിരിക്കണം. ശബ്ദം ഉയർത്തി വായിക്കുക. നിങ്ങൾ താന്താൻ്റെ അവകാശത്തിലേക്ക് മടങ്ങിപ്പോകണം. ഓരോരുത്തൻ താന്താൻ്റെ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകണം. 50-ാം സംവത്സരം നിങ്ങൾക്ക് യോബേൽ സംവത്സരമായിരിക്കണം. നോക്ക്, അടുത്താണ് ഇമ്പോർട്ടൻ്റ്. എല്ലാവരും ശബ്ദം ഉയർത്തി വായിച്ചേ പറ്റത്തുള്ളൂ ശക്തിയോടെ. അതിൽ നിങ്ങൾ വിതയ്ക്കുകയോ പടുവിള കൊയ്യുകയോ വള്ളിത്തല മുറിക്കാത്ത മുന്തിരിവള്ളിയുടെ പഴം പറിക്കുകയോ ചെയ്യരുത്. നിർത്ത്, ബാക്കി വീട്ടിൽ പോയി വായിച്ചു നോക്ക്. അവിടെ വേദപുസ്തകം പറയുന്നു 7 ശബദാണ്ടുണ്ട്. 7 ശബദാണ്ട് 49-ാം വർഷം വന്നു. സ്തോത്രം. അപ്പോൾ 49-ാം വർഷം വന്നിട്ട് ആ 49-ാം വർഷവും തൊട്ടടുത്ത വർഷം 50-ാം വർഷവും. 49-ാം വർഷം വിതയില്ല, 50-ാം വർഷം വിതയില്ല. 49-ാം വർഷം വിതയില്ല, 50-ാം വർഷം വിതയില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളെല്ലാം ഇങ്ങനെ മുണ്ടാതിരിക്കുന്ന ഞാൻ ഇത് പ്രതീക്ഷിച്ചതാ. ഹല്ലേലൂയ. 49-ാം വർഷം ഒന്നുമില്ല. ഒരാൾ മാത്രം പ്രൈസ് ലോർഡിൻ്റെ പകുതി പറഞ്ഞു. 49-ാം വർഷമൊന്നുമില്ല, 50-ാം വർഷമൊന്നുമില്ല. 49-ാം വർഷമൊന്നുമില്ല. പറ, 50-ാം വർഷമൊന്നുമില്ല. വിതയില്ല, പടുതല മുറിക്കല്, സ്തോത്രം വള്ളിത്തല മുറിക്കല്. 49-ാം വർഷമൊന്നുമില്ല, 50-ാം വർഷമൊന്നുമില്ല. പക്ഷേ ആ 50-ാം വർഷത്തിൻ്റെ പേരാണ് യോബേൽ സംവത്സരം.
50 സംവത്സരത്തിൻ്റെ പേരാണ്. ഒന്നും നടക്കാത്ത, ഒരു വിതയും നടക്കുന്നില്ല, ഒരു കൊയ്ത്തും നടക്കുന്നില്ല, സൈലൻറ്റ് ഇയറായി. സ്തോത്രം. ഒരർത്ഥത്തിൽ നമുക്കിങ്ങനെ പറയാം, ലോക്ക്ഡൗണ്. കോവിഡിന് ശേഷം ഇത് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായി. ലോക്ക്ഡൗണ്, ഒന്നും നടക്കുന്നില്ല, എല്ലാം പൂട്ടിയിട്ടയ്ക്കുക. എല്ലാ ഗോതമ്പും യവവും ബാർലിയും എല്ലാം കർത്താവ് ഇതാ പൂട്ടിയിട്ടയ്ക്കുകയാണ്, എല്ലാം പൂട്ടിയിട്ടയ്ക്കുക. സ്തോത്രം. രണ്ടുപേരെ തൊട്ട് പറഞ്ഞാൽ പൂർണ്ണ സ്വസ്ഥത. പെട്ടെന്ന് പറഞ്ഞേ. വേറൊരാളുടെ തൊട്ട് പറയാം, സ്തോത്രം, പൂർണ്ണ സ്വസ്ഥത. അങ്ങനെ 50 സംവത്സരം യോവേൽ സംവത്സരമാണ്. 50 സംവത്സരം യോവേൽ സംവത്സരം. കേട്ടോ? ആമേൻ പറഞ്ഞാട്ടെ. ഒന്നും നടക്കുന്ന 49 സംവത്സരത്തിൽ കൊയ്ത്തില്ല, 50 സംവത്സരത്തിൽ കൊയ്ത്തില്ല. നിങ്ങളുടെ ഭാഷയിൽ പറയാം, നിങ്ങൾക്ക് യോജിക്കുന്ന ഭാഷയിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് യോജിക്കുന്ന ഭാഷയിൽ പറയാം. 49 സംവത്സരത്തിൽ വരുമാനമില്ല. പറ 50 സംവത്സരത്തിലും വരുമാനമില്ല, എല്ലാം അടഞ്ഞു കിടക്കുക. കേട്ടോ? 49 സംവത്സരത്തിലുമില്ല, 50 സംവത്സരത്തില്ല. പക്ഷേ ഇന്ന് പകൽക്കാലം ആവേശത്തോടെ നിങ്ങൾ നോക്കി പറവാൻ കർത്താവിനെ ഏൽപ്പിച്ചതായ ദൂത് ഇതാണ്. അതിൻ്റെ അവസാന ഭാഗം ഇതാണ്, കേൾക്കണമേ. എന്നാൽ മേജർ ഈവൻസ് മുഴുവൻ ദൈവം ചെയ്തത് യോവേൽ സംവത്സരത്തിലാണ്. സകല മേജർ ഈവൻസ്, വേദപുസ്തകത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ദൈവം ചെയ്തത്, മേജർ ഈവൻസ് മുഴുവൻ ദൈവം ചെയ്തത് യോവേൽ സംവത്സരത്തിലാണ്. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. ഇല്ലെങ്കിൽ ചില അച്ചാച്ചന്മാർക്ക് തോന്നും, ഞാൻ വിതച്ചത് കൊണ്ടാണ് ഇത് നടന്നത്, ഞാൻ കൊയ്തത് കൊണ്ടാണ് ഇത് നടന്നത്. അമ്മമ്മമാർ പറയും, ഞങ്ങൾ കൊയ്ത്തുപാട്ട് പാടിയത് കൊണ്ടാണ് ഇത് നടന്നത്, ഞങ്ങൾ കളപ്പുര ഉണ്ടാക്കിയത് കൊണ്ടാണ് നടന്നത്. എന്നാൽ തമ്പുരാൻ പറഞ്ഞു, നോ, നീയും ഞാനും കൂടെ അല്ല. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് പറഞ്ഞു, നീ സ്വസ്ഥമായിരിക്കുക, നിനക്ക് വേണ്ടി ഞാൻ കാര്യസമാപ്തി വരുത്താൻ പോകുകയാണ്. ഓ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ എൻ്റെ ഫെലോഷിപ്പിൽ വസിച്ചാൽ മാത്രം മതി. എത്ര പേർ ആമേൻ പറയുന്നു? നീ എൻ്റെ സാന്നിധ്യത്തിൽ വസിച്ചാൽ മാത്രം മതി. അത് വീണ്ടും ഞാൻ പറയട്ടെ, ക്രിസ്തീയ ജീവിതം, പുതിയ നിയമത്തിലെ ജീവിതം എന്ന് പറയുന്നത് സുവിശേഷ വേലയല്ല, പ്രവചനമല്ല, കൃപാവരമല്ല. നമ്മുടെ സ്തോത്രം മതി, അവൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ വസിക്കുക. 2 കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാട്. അവൻ്റെ സാന്നിധ്യത്തിൽ നീ വസിക്കുമ്പോൾ കുട്ടി, നിനക്ക് ആവശ്യമുള്ളത് സകലതും നാച്ചുറൽ അല്ല, സൂപ്പർ നാച്ചുറലി ദൈവം നിനക്കായി ചെയ്യ. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, നമ്മുടെ, കേട്ടില്ല, നമ്മുടെ ദൈവം കാര്യം സാധിപ്പിക്കും. ദാറ്റ്സ് ഓൾ. ഞാൻ ആശീർവാദം പറഞ്ഞു വിടാൻ പോവാ. ഒരിക്കൽ കൂടെ, നമ്മുടെ ദൈവം കാര്യം സാധിപ്പിക്കുക. നീ അല്ല അത് ചെയ്യുന്നത്, നിന്റെ പെർഫോമൻസ് അല്ല, നിന്റെ എഫേർട്ട് അല്ല, നിന്റെ വർക്കല്ല, നിന്റെ അധ്വാനമല്ല. നീ ഈ ദിവസങ്ങളിൽ വിളിച്ചു പറയാൻ വേണ്ടി പോകുന്നു, ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. Come on, hallelujah. സ്വസ്ഥതയിൽ ജീവിച്ചാടെ. അയ്യോ, എന്തുവായി തീരും? പിള്ളേരുടെ ഭാവി എന്താണ്? ജീവിതം എന്താണ്? നോ 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 നോ. കർത്താവ് ചോദിക്കുന്നത്, മക്കളെ, ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥാനമുണ്ട്, ഇത് നിന്റെ പ്ലേസ് ആണ്. ഈ പ്ലേസിൽ സ്തുതിയിൽ, ആരാധനയിൽ, വചനത്തിൽ നീ ഒന്ന് വളർന്ന്, നീ കയറി വന്ന ഗ്യാപ്പിനെ ഒന്ന് ഫില്ല് ചെയ്താട്ടെ. നീ എൻ്റെ പ്രസൻസിൽ വസിച്ചാട്ടെ. ഞാൻ നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നതായി ഒരു പ്ലേസ് ഉണ്ട്. ആ പ്ലേസിൽ നീ ഒന്ന് ഫില്ല് ചെയ്യുമ്പോ ഞാൻ നിനക്ക് വേണ്ടി ചെയ്യേണ്ടത് ഞാൻ നിനക്ക് വേണ്ടി തക്ക സമയത്ത് ചെയ്യാൻ പോകുന്നു. ഓ, എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. തക്ക സമയത്ത് ഞാൻ ചെയ്യേണ്ടത് ഞാൻ നിനക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി പോകുന്നു. എനിക്ക് നേരല്ല, ഞാൻ പറയട്ടെ, വേദപുസ്തകത്തിലെ പ്രധാനപ്പെട്ട സകല ഈവന്റുകളും ദൈവം ചെയ്തത് യോവേൽ സംവത്സരത്തിലാണ്. വേദപുസ്തകത്തിലെ സകല പ്രധാനപ്പെട്ട ഈവന്റുകൾ വിതയില്ലാത്ത, കൊയ്ത്തില്ലാത്ത, കൊയ്ത്തുപാട്ടില്ലാത്ത യോവേൽ സംവത്സരത്തിലാണ് ബൈബിളിലെ സകല കാര്യം ദൈവം ചെയ്തത്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ബോയ്സ് ആൻഡ് ഗേൾസ്, ക്രൈസ്റ്റ് സെന്റർ കേൾക്ക്. പുറമേ ഒന്നും നടക്കുന്നില്ലെന്ന് നാട്ടുകാർക്ക് തോന്നിയപ്പോ
പുറമെ ഒന്നും നടക്കുന്നില്ലെന്ന് ജാതികൾ ചിന്തിച്ചപ്പോഴാണ് എന്റെ ദൈവം തിരക്കോടും ധൃതിയോടും കൂടെ മേജറായ സകല കാര്യങ്ങൾ ചെയ്തത്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർ ഹൈഫൈ കൊടുത്തു പറ, ഹൈഫൈ കൊടുത്തു. ദൈവത്തിൻ്റെ ഒരു ടൈമുണ്ട് പറ, ദൈവത്തിൻ്റെ ഒരു ടൈമുണ്ട്, ദൈവത്തിൻ്റെ ഒരു ടൈമുണ്ട്, ദൈവത്തിൻ്റെ ഒരു ടൈമുണ്ട്. അത് നിങ്ങൾ പറയുമ്പോൾ എനിക്ക് മനസ്സിലായത് നിങ്ങളുടെ അനേകരുടെ വാച്ചുകളെ ദൈവം ഇന്ന് പകൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ഓ കമാൻ, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോവാ. നിങ്ങളുടെ അനേകരുടെ ടൈമിനെ ദൈവം ക്രമീകരിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. ബിക്കോസ് യു നോ ദ ട്രൂത്ത് ആൻഡ് ദ ട്രൂത്ത് ഷാൽ സെറ്റ് യു ഫ്രീ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തക്ക സമയത്ത് നിങ്ങൾക്കായി നിങ്ങളെ ഉയർത്തുന്ന ദൈവത്തിന്റെ ബലമുള്ള കരം, ഒരിക്കൽ കൂടെ, തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുന്ന ദൈവത്തിന്റെ ബലമുള്ള കരം നിനക്കായി പ്രവർത്തിക്കുക തന്നെ ചെയ്യും. കേൾക്കുന്നവർ രണ്ട് കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാണ്. ബൈബിളിലെ പ്രധാനപ്പെട്ട സകല കാര്യങ്ങൾ ദൈവം ചെയ്തത് യോവേൽ സംവത്സരത്തിലാണ്. 7 പോയിന്റ് 5 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് പറഞ്ഞ് നമ്മൾ ആരാധിപ്പാൻ വേണ്ടി പോകുകയാണ്. സ്തോത്രം. അതെ, നിങ്ങൾ ക്രോണോളജിക്കൽ ഓർഡർ നോക്കിയാൽ, സമയകാല പട്ടിക നോക്കിയാൽ, എല്ലാവരും പറഞ്ഞാട്ടെ എന്തോ പട്ടിക? സമയകാല പട്ടിക നോക്കിയാൽ വീട്ടിൽ പോയി വായിച്ചു നോക്കൂ. ഉൽപ്പത്തി 1 മുതൽ വായിച്ചാൽ മതി. സ്തോത്രം. അതെ, സമയകാല പട്ടിക നോക്കിയ ആദാമിന്റെ വീഴ്ച തുടങ്ങി. ആദാം 930 വർഷം വരെ ജീവിച്ചിരുന്നു. അങ്ങനെയാണ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സ്തോത്രം. നോക്ക്, അങ്ങനെ നോക്കിയാൽ എല്ലാ മേജർ ഈവന്റും നടന്നത് യോവേൽ സംവത്സരത്തിലാണ്. ദാറ്റ് മീൻസ് സ്വസ്ഥതയുടെ കാലത്തിലാണ്. അസ്വസ്ഥതയുടെ കാലത്തിലല്ല ദൈവം എന്തെങ്കിലും ചെയ്തത്, യുദ്ധകാലത്തിലല്ല ദൈവം ചെയ്തത്. ഒരിക്കൽ കൂടെ ഇറ്റ്സ് എ വെരി പവർഫുൾ റെവലേഷൻ. സ്തോത്രം. അതെ, അസ്വസ്ഥരായിരുന്നപ്പോഴല്ല ദൈവം ചെയ്തത്. സ്തോത്രം. സ്വസ്ഥമായിരുന്നപ്പോഴാണ്, സ്വസ്ഥമായിരുന്നപ്പോഴാണ് ദൈവം ചെയ്തത്. അതുകൊണ്ടാണ് നയിലെ അമ്മച്ചി കരഞ്ഞ് വിളിച്ചു നിൽക്കുമ്പോൾ യേശുപ്പച്ച വന്ന് പറഞ്ഞത്, കരയണ്ട, കാരണം നീ അസ്വസ്ഥമായിരുന്നാൽ എനിക്ക് പലത് ചെയ്യാൻ കഴിയത്തില്ല. നീ ഇങ്ങനെ ട്രബിളായി അസ്വസ്ഥമായിരുന്നാൽ നോ നീ കരയണ്ട, ആ കരച്ചിലങ്ങ് നിർത്ത്, ആ കരച്ചിൽ നിർക്ക്. ഞാനിതാ ഒരു സ്വസ്ഥമായ സമയത്ത് നഷ്ടപ്പെട്ടത് ഞാൻ നിനക്ക് മടക്കി തരട്ടെ വീണ്ടും. സ്തോത്രം. അതെ, ദാവീദിന്റെ കാലത്ത് യുദ്ധം ഉണ്ടായിരുന്നു. പക്ഷെ ശലോമോന്റെ കാലം വന്നപ്പോഴേക്ക് ദൈവം യുദ്ധത്തെ നിർത്തി. നിന്റെ ബൈബിൾ പറയുന്നു ശലോമോന്റെ കാലത്ത് യുദ്ധത്തെ ദൈവം നിർത്തി. സ്വസ്ഥത കൊടുത്തത് ആരെയും പണിക്ക് വേണ്ടിയാ. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞാൻ കൊണ്ടുകൊള്ളാം. ഹല്ലേലൂയ. സ്തോത്രം. ദാവീദിന്റെ കാലത്തുണ്ടായിരുന്ന സകല യുദ്ധത്തെ ദൈവം നിർത്തി. ശലോമോന്റെ കാലത്ത് ദൈവം സ്വസ്ഥത കൊടുത്തു. ആരാണ്ട് എന്നോട് പറഞ്ഞ്, അയ്യോ സ്തോത്രം, ആലയം പണിയാൻ പോവാണല്ലേ, ഭയങ്കര പോരാട്ടമായിരിക്കും. പിന്നെ വിചാരിച്ചു ഹല്ലേലൂയ. പുസ്തകം അങ്ങനെയല്ല പറയുന്നത്. പുസ്തകം പറയുന്നത് അതേ ആലയം പണിയുന്ന സമയത്ത് എല്ലാ കടന്തക്കൂടും കൂടെ ഇളകി വരുമെന്നല്ല പുസ്തകം പറയുന്നത്. സ്തോത്രം. പുസ്തകം പറയുന്നത് ദാവീദിന്റെ കാലത്തുണ്ടായിരുന്ന മുഴുവൻ പോരാട്ടത്തെ ദൈവം നിർത്തൽ ചെയ്ത് Come on. Yes. 2 മിനിറ്റ് ശക്തിയോടെ കരങ്ങൾ അടിച്ച് അടിക്കേണ്ടവർ. ഹല്ലേലൂയ. സ്തോത്രം. അതെ, ഈ പഴയ യുദ്ധത്തിന്റെ ടെറിട്ടറിയിൽ നിന്ന് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, യുദ്ധങ്ങളുടെ പോരാട്ടങ്ങളുടെ ടെറിട്ടറിയിൽ നിന്ന്, രണ്ടുപേരെ തൊട്ട് പറ, ഞാൻ പുറത്തു വരിക. ആ യുദ്ധങ്ങളുടെ ടെറിട്ടറിയിൽ നിന്ന്, ആ പോരാട്ടങ്ങളിൽ നിന്ന് ഇന്ന് പകൽക്കാലം ആത്മമണ്ഡലത്തിൽ തമ്പുരാൻ നിന്നെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. കാരണം നിന്നെ കൊണ്ട് ചിലത് ചെയ്യിപ്പിക്കാൻ നിന്റെ മുഴുവൻ പൊട്ടൻഷ്യലും നിന്റെ മുഴുവൻ അറ്റൻഷനും ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ചെയ്യുവാൻ തമ്പുരാൻ നിന്നെ പുറത്തെടുക്കുകയാണ്. ഹല്ലേലൂയ. വിതയില്ലാ കാലത്ത്, കൊയ്ത്തില്ലാ കാലത്ത്, അതേ യോവേൽ സംവത്സരത്തിന്റെ സമയത്ത് ഈ വിശുദ്ധ പുസ്തകത്തിന്റെ മേജർ ഈവന്റ് മുഴുവൻ ദൈവം ചെയ്ത്, അതിനർത്ഥം ദൈവം പറഞ്ഞത് ഞാൻ പ്രവർത്തിക്കും, ആർത്തടുക്ക്. ഹല്ലേലൂയ. വേറെ ആരും നിനക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലെങ്കിലും, ഒരു ദല്ലാൽ കൊണ്ടുവന്നില്ലെങ്കിലും, ഒരു പാസ്റ്റർമാർ എത്തി നോക്കിയില്ലെങ്കിലും, ഒരു പ്രവാചകൻ പ്രവചിച്ചില്ലെങ്കിലും, ഒരു ദൂതൻ ഇറങ്ങിയില്ലെങ്കിലും, ചെയ്യേണ്ട നേരത്തെ യഹോവ ചെയ്യേണ്ട നേരത്തെ യഹോവ നിനക്കായി നിന്റെ തലമുറയ്ക്കായി ചെയ്തിരിക്കും. ഹല്ലേലൂയ.
കർത്താവേ സ്തോത്രം. ഞാൻ പറയാൻ വന്നത് ഒന്നും പറഞ്ഞില്ല, പകുതിയായി. സ്തോത്രം. അതേ പകുതിയെ ഞാൻ പറഞ്ഞല്ലോ, ബാക്കി ഞാൻ പറയട്ടെ. സ്തോത്രം. നോക്ക്, എല്ലാ മേജർ ഈവൻസും ബൈബിളിൽ കർത്താവ് ചെയ്തത് ഒന്നും നടക്കത്തില്ല, ഇത് ശൂന്യമാണ്, കൊയ്ത്തില്ല, വിതയില്ല, കൊയ്ത്തില്ല, കൊയ്ത്ത് പാട്ടില്ല എന്ന സമയത്താണ് ദൈവം ചെയ്തത്. 7 കാര്യം 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് ബോസ് മുന്നോട്ട് വന്ന് കീബോർഡ് പ്രസ് ചെയ്യും. സ്തോത്രം. ജീസം പാടും, നമ്മൾ ഒരുമിച്ച് ആരാധിക്കും, ആശീർവാദം പറയും. സ്തോത്രം. നോക്ക്, മേജർ ഈവൻസ് മുഴുവൻ ദൈവം ചെയ്തത് ഒന്നും നടക്കത്തില്ല എന്ന് ചിന്തിക്കുമ്പോഴാണ് നിന്റെ 2 ചെവിയുടെ ഇടയിലുള്ളതായ ബ്രെയിൻ പറയും ഒന്നും നടക്കത്തില്ല. സ്തോത്രം. ഒന്നും നടക്കത്തില്ല. നിന്റെ ബുദ്ധി നോ എന്ന് പറയുമ്പോൾ സ്വർഗം പറയും യെസ്, ഇത് പറ്റിയ സമയമാണ്, ഇത് പറ്റിയ നേരമാണ്, ഇപ്പോഴാണ്. അതെ, ഹല്ലേലൂയ. ഭൗമമണ്ഡലം സൈലന്റ് ആയി കിടക്കുമ്പോൾ ആത്മമണ്ഡലം ലൗഡറായി. യെസ്, ഭൗമമണ്ഡലം സൈലന്റ് ആയി കിടക്കുമ്പോൾ ആത്മമണ്ഡലം ലൗഡറായി ചിലത് ചെയ്യുവാൻ വേണ്ടി പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, കുടുംബങ്ങളെ, വ്യക്തികളെ കേൾക്ക്. കാണുന്ന മണ്ഡലത്തിൽ ഒന്നും നടക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ, കാണുന്ന മണ്ഡലത്തിൽ ഒന്നും നടക്കുന്നില്ലെന്ന് തോന്നുമ്പോൾ, കാണാത്ത മണ്ഡലത്തിൽ തിരക്കോടെ ദൈവം പലതും നിനക്ക് വേണ്ടി ക്രമീകരിക്കുകയാണ്. ഹല്ലേലൂയ. കാണുന്ന മണ്ഡലത്തിൽ ഒന്നും നടക്കത്തില്ല എന്ന് തോന്നുമ്പോൾ, കാണാത്ത മണ്ഡലത്തിൽ കർത്താവ് പലതും നിനക്ക് വേണ്ടി ക്രമീകരിക്കുന്ന. കാരണം സ്തോത്രം, അത് ഒന്നും നടക്കത്തില്ല എന്ന് തോന്നുന്നതായ വിളകൾ സ്തോത്രം ഒഴിഞ്ഞു കിടക്കുന്നു, കൊയ്ത്തുപാട്ടില്ലാതിരിക്കുന്നു. അവണ്ണമുള്ളതായ ഡബിൾ ശബത്ത് 49 വർഷം ഒന്നും നടന്നില്ല, 50 വർഷവും നടന്നില്ല. 50 വർഷത്തിൻ്റെ പേരാണ് യോബേൽ സംവത്സരം. അതെ, ക്രോണോളജിക്കൽ ഓർഡർ നിങ്ങൾ നോക്കിയാൽ സ്തോത്രം 7 കാര്യം പറയട്ടെ. നമ്പർ 1, അബ്രഹാമിനെ ദൈവം വിളിച്ചത് സ്തോത്രം അത് യോബേൽ സംവത്സരത്തിലാണ്. തേജോമയനായ ദൈവം മെസൊപ്പൊത്താമിയയിൽ വെച്ച് അത് അബ്രഹാമിന് പ്രത്യക്ഷനായത് ഏതെങ്കിലും സംക്രാന്തിക്കല്ല, ഏതെങ്കിലും കർത്തവാവിനോ വെളുത്തവാവിനോ അല്ല. ദൈവം പറഞ്ഞു സ്തോത്രം യോബേൽ സംവത്സരത്തിലാണ് വിശ്വാസം ആരംഭിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ വിശ്വാസികളെ പിതാവിനെ ദൈവം വിളിച്ച് പുറത്തിറക്കിയത് യോബേൽ സംവത്സരത്തിലാണ്. അർത്ഥം, യേശുവിൻ്റെ നാമത്തിൽ നിന്റെ വീട്ടിൽ ഇരുട്ടറയ്ക്കകത്തിരിക്കുന്ന ചിലത് ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കാണാൻ വേണ്ടി പോവാ. ഏറ്റെടുക്കണം. ഇരുട്ടിൽ പാരമ്പര്യത്തിൽ ഇരിക്കുന്നത് സ്നാനപ്പെടാൻ സമയമായിരിക്കുന്നു, വേർപെടുവാൻ സമയമായിരിക്കുന്നു. തുടർന്നുള്ള നാളുകൾ ഞാൻ വിളിച്ചു പറയട്ടെ, അവർ മുന്നിൽ ഓടും, നീ പിന്നാലെ നടക്കും. ഹല്ലേലൂയ. നിന്നെ തൊട്ട കർത്താവ് നിന്റെ വീട്ടിലുള്ള ഒന്നുപോലും നഷ്ടപ്പെടാതെ സകലരെ ദൈവത്തിന്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി വേർതിരിക്കുന്നത് ഈ സ്വസ്ഥതയുടെ സീസണിലാണ്. യേശുവിന്റെ നാമത്തിൽ അബ്രഹാമിനെ ദൈവം മെസൊപ്പൊത്താമിയയിൽ നിന്ന് വിളിച്ച് വിശ്വാസ മാർഗത്തിലേക്ക് കൊണ്ടുവന്നത്, അതേ അബ്രഹാമിനെ ദൈവം വിളിച്ച് വിശ്വാസ മാർഗത്തിലേക്ക് കൊണ്ടുവന്നത് അതേ ഒരു യോബേൽ സംവത്സരത്തിലാണ്. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. എൻ്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു, എൻ്റെ ജനത്തിന്റെ നിലവിളി ഞാൻ കേട്ടു, ഇപ്പോൾ ഞാൻ അവരെ വിടുവിപ്പാൻ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് 30 ലക്ഷം ജനത്തെ ദൈവം വിടുവിച്ചത് വല്ല കാലത്തല്ല, ഒരു യോബേൽ സംവത്സരത്തിലാണ്. യേശുവിൻ നാമത്തിൽ ഒന്നും നടക്കത്തില്ല, എല്ലാം സൈലന്റ് ആണ്, ഒന്നും നടക്കത്തില്ല. നോ 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 അങ്ങനെ പറയാൻ വരട്ടെ. കാരണം നീ പ്രതീക്ഷിക്കാത്ത നേരത്തിലാണ്, ഫറവോൻ പ്രതീക്ഷിക്കാത്ത നേരത്താണ്, ഇസ്രായേലർ പ്രതീക്ഷിക്കാത്ത നേരത്താണ് ഇതുവരെ നടന്നിട്ടില്ലാത്ത ഏറ്റവും വലിയ വിടുതൽ പ്രതീക്ഷിക്കുന്ന വിടുതൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇതാ സംഭവിക്കാൻ പോകുന്നു. എഴുതിയെടുക്ക. കേൾക്കുന്നവർ ദൈവത്തെ സ്തുതിക്ക്. പ്രതീക്ഷിക്കുന്ന വിടുതൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്യും. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ച്. ഹല്ലേലൂയ. അതേ എക്സാക്ട്ലി സെയിം യോബേൽ സംവത്സരത്തിലാണ് അവർ വിടുതൽ പ്രാപിച്ച് ചെങ്കടൽ കടന്ന് മരുഭൂമിയിൽ പ്രവേശിക്കാൻ മാത്രമല്ല, വേദപുസ്തകം പറയുന്നു സ്തോത്രം പെന്തക്കോസ്ത് നാളിൽ പാസ്ഓവർ ദിനത്തിന് അവർ വിടുതൽ പ്രാപിച്ചു. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളിന്റെ ദിവസത്തിൽ അവർ ചെങ്കടലിന്റെ കരയിൽ ക്യാമ്പ് ചെയ്തു. ആദ്യ പെരുന്നാളിന്റെ ദിവസത്തിൽ അവർ ചെങ്കടൽ വിഭാഗിക്കട്ട മരുഭൂമിയിലേക്ക് സ്തോത്രം അവർ പ്രവേശിച്ചു. എക്സാക്ട്ലി 50 ദിവസം കഴിഞ്ഞപ്പോൾ സീനായി മലയിൽ കർത്താവ് ഇറങ്ങി വന്നു.
അപ്പച്ചൻ വെറുതെ ഇറങ്ങത്തില്ല. അപ്പച്ചനെ വരുന്നെങ്കിൽ എന്തേലും കൊണ്ടേ വരത്തുള്ളൂ. അവൻ ചുമ്മാ വരുന്ന കർത്താവല്ല. അവൻ സീനായി മലയിൽ അവൻ ഇറങ്ങി വന്നപ്പോൾ ദൈവം 10 കൽപ്പനയുമായി ഇറങ്ങി വന്ന്, വചനവുമായി ഇറങ്ങി വന്ന്, ദൈവം വചനവുമായി ഇറങ്ങി വന്നത് ഒരു യോബേൽ സംവത്സരത്തിലാണ്. ആർക്കുമില്ലാത്ത വേർഡ് റെവലേഷൻ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് ഈ സ്വസ്ഥതയുടെ കാലഘട്ടത്തിലാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് എല്ലാ ശുശ്രൂഷകന്മാരുടെ മനസ്സുകൾ ഈ ദിവസം സ്വസ്ഥമാകട്ടെ. അസ്വസ്ഥതയിലല്ല വെളിപ്പാട് വെളിപ്പെടുന്നത്, അസ്വസ്ഥതയിലല്ല ദൈവശബ്ദം നീ കേൾക്കുന്നത്. Come on in Jesus name. Hallelujah. ഹല്ലേലൂയ. നോക്കി മക്കളെ, സ്തോത്രം. അതെ, നിനക്കെതിരെ പൊരുതുന്നതായ പോരുകൾ, നിന്റെ മനസ്സിനെ ഇളക്കുന്നതായ സ്തോത്രം, അനാവശ്യമായ ശബ്ദങ്ങൾ അങ്ങനെയായിരിക്കും, ഇങ്ങനെയായിരിക്കും, മറ്റേതായിരിക്കും, മറിച്ചതായിരിക്കും എന്ന് പിശാച് നിന്റെ മനസ്സിനോട് പറയുന്ന, ചിന്താഗതികളോട് പറയുന്ന ആ ശബ്ദങ്ങളൊക്കെ ഇന്ന് മക്കളെ കർത്താവ് പറയും, കാര്യം എന്താണെന്നറിയോ? എനിക്ക് ഈ കുഞ്ഞിന് ചിലത് ഏൽപ്പിക്കാനുണ്ട്. ഈ കുഞ്ഞിന് ചില ദൂതുകൾ എനിക്ക് ഏൽപ്പിക്കാനുണ്ട്. ഈ കുഞ്ഞിന് ആരും കാണാത്തതും ആരും പറയാത്തതുമായ ചില ദൂതുകളെ എനിക്ക് ഏൽപ്പിക്കാനുണ്ട്. യെസ് 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 ഏറ്റെടുക്കണം, ഏറ്റെടുക്കണം, ഏറ്റെടുക്കണം. ദൂതുകളുടെ കലവറകൾ തുറക്കട്ടെ, ദൂതുകളുടെ കലവറകൾ തുറക്കട്ടെ. Come on, receive in Jesus name. ആ സ്വസ്ഥതയുടെ വർഷമാണ് യോബേൽ സംവത്സരം. ഒരിക്കലും മറക്കല്ല. 500 സംവത്സരം മോശ കഴിഞ്ഞ് 500 സംവത്സരം വീണ്ടും പോയപ്പോൾ, 500 സംവത്സരം വീണ്ടും മുന്നോട്ട് പോയപ്പോൾ സ്തോത്രം, അതേ സ്വർഗം ഭൂമിയെ ചുംബിച്ചു. ഒരിക്കൽ കൂടെ 500 സംവത്സരം വീണ്ടും മുന്നോട്ട് പോയപ്പോൾ എഴുതിയിട്ട് കാണാതെ പഠിക്കുക. സ്തോത്രം, സ്വർഗം ഭൂമിയെ ചുംബിച്ചു. ഇന്റർനെറ്റ് കിട്ടത്തില്ല, ഇത് മുട്ടുമേ നിൽക്കണം. സ്തോത്രം, സ്വർഗം ഭൂമിയെ ചുംബിച്ചു. നിങ്ങൾ ചോദിക്കും, ബ്രദർ സുരേഷ് ബാബു, വാട്ട്സ് ദ മീനിങ് ഓഫ് ദാറ്റ്? ശലോമോന്റെ ആരോഗ്യത്തിൽ മഹത്വം നിറഞ്ഞു കവിഞ്ഞു. ഹല്ലേലൂയ. യെസ്, സംഭവിക്കട്ടെ പിച്ച, സംഭവിക്കട്ടെ. എൽ ഷഡായ്, എൽ എലിയോൻ, എലോഹിമിന്റെ സാന്നിധ്യം നിന്നിൽ നിറഞ്ഞു കവിയട്ടെ. അപ്പച്ചന്റെ ചുമ്മനൻ, ഓ ദൈവജനത്തിൽ, ദൈവജനത്തിൽ, ദൈവത്തിന്റെ മക്കളിൽ അപ്പച്ചന്റെ ചുമ്മനം വെളിപ്പെടട്ടെ, മഹത്വം നിറഞ്ഞു കവിയട്ടെ. ഇസ്രായേൽ ജനത്തിന് വേണ്ടി ആലയം നിറഞ്ഞു കവിഞ്ഞത് സ്വസ്ഥതയുടെ സ്തോത്രം അതേ വർഷത്തിലാണ്. മഹത്വം നിന്നിൽ നിറഞ്ഞു കവിയുന്നത് ഒരിക്കലും അസ്വസ്ഥതയിൽ നീ ജീവിക്കുമ്പോഴല്ല, സ്വസ്ഥതയിൽ ജീവിക്കുമ്പോഴാണ്. യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ മഹത്വത്തെ പങ്കിലപ്പെടുത്തുന്നതായ മഹത്വ സാന്നിധ്യത്തെ, ദൈവ സാന്നിധ്യത്തെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന, ഡിസ്റ്റർബ് ചെയ്യുന്ന സകല എലമെന്റ്സ് അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. രണ്ട് കരങ്ങളെ ഉയർത്തിയാകെ, രണ്ട് കരങ്ങളെ ചലിപ്പിച്ച് ദൈവജനം ദൈവത്തെ സ്തുതിച്ച്. യെസ്, കാലാനുക്രമണ പട്ടിക നിങ്ങൾ നോക്കുമ്പോൾ, ക്രോണോളജിക്കൽ ഓർഡർ നോക്കുമ്പോൾ, അബ്രഹാമിനെ വിളിച്ചു, മോശെ സ്തോത്രം, മോശയിലൂടെ വിടുതൽ കൊടുത്തു, ദൈവവചനം കൊടുത്തു, ശലോമോന്റെ ആലയത്തിൽ മഹത്വം നിറഞ്ഞു കവിഞ്ഞു. എക്സാക്ട്ലി വീണ്ടും 500 വർഷം കഴിയുമ്പോൾ 10 യോബേൽ സംവത്സരം കഴിഞ്ഞപ്പോൾ എക്സാക്ട്ലി അതുമായ വേറൊരു യോബേൽ സംവത്സരത്തിൽ ഇതാ സ്തോത്രം, ബാബേലിൽ ചിതറിക്കിടന്നതായ ഇസ്രായേലിനെ, ബാബേലിൽ ചിതറിക്കിടന്ന ഇസ്രായേലിനെ ദൈവമായ കർത്താവ് യെരൂശലേമിലേക്ക് ദൈവം തിരിച്ചു വരുത്തി. നഷ്ടപ്പെട്ട് ചിതറിപ്പോയത് നിന്റെ ജീവിതത്തിലേക്ക് ദൈവം തിരിച്ചു തരുന്നത് സ്വസ്ഥതയുടെ വർഷത്തിലാണ്. കേട്ടില്ല? നഷ്ടപ്പെട്ടു പോയത് ഇനി ശരിയാകത്തില്ല, തൊലഞ്ഞുപോയി, തകർന്നുപോയി എന്ന് പറയുന്നത് in the name of Jesus, God of restoration, പുതുക്കി പണിയുന്നവനായ ദൈവം നിന്റെ ലൈഫിൽ തിരിച്ചു തരുന്നത് യോബേൽ സംവത്സരത്തിലാണ്. Come on, രണ്ട് കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. ഈ കരങ്ങൾ ശൂന്യമല്ല, ഈ കരങ്ങൾ നഷ്ടപ്പെട്ടതോ തിരിച്ചു പിടിക്കാൻ വേണ്ടി പോവാൻ. ഹല്ലേലൂയ. കരങ്ങളെ ചലിപ്പിച്ച് ദൈവജനം ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. ഇൻ ജീസസ് നെയിം. രണ്ട് കരങ്ങൾ കൊണ്ട് വല വലിച്ചു കയറ്റുന്നത് പോലെ വലിച്ചു കയറ്റിയാട്ടെ. യെസ്, ഡു ഇറ്റ്, ഡു ഇറ്റ്, ഡു ഇറ്റ്, ഡു ഇറ്റ്, ഡു ഇറ്റ്. ഇതാ തിരിച്ചു പിടിക്കുക, ഈ ജനം തിരിച്ചു പിടിക്കുക. ഡാനി തിരിച്ചു പിടിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. തിരിച്ചു പിടിക്കുക. സ്വർഗ്ഗം ഇത് കാണുക, ഇത് കണ്ടിട്ട് ദൂതന്മാർ ഇറങ്ങുക, ദൈവത്തിന്റെ മഹത്വം വ്യാപരിക്കുക. ഇൻ ജീസസ് നെയിം. തെക്കേ, വടക്കേ, കിഴക്കേ, പടിഞ്ഞാറേ, ഭൗതികമേ, ആത്മീയമേ, ഇൻ ജീസസ് നെയിം എല്ലാ ചോർച്ചകൾ അടയട്ടെ. ഇരു കരങ്ങളെ അടിച്ച് വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിക്കുക.
ഹല്ലേലൂയ. നീ നിറയും. ഞാൻ വിളിച്ചു പറയുന്നു, നിന്റെ ലൈഫ് ശൂന്യമല്ല. നിന്റെ ലൈഫ് ശൂന്യമല്ല. നിന്റെ ലൈഫിൽ ശൂന്യത കാണുകയില്ല. കേട്ടവർ ആമേൻ പറഞ്ഞേ. വീണ്ടും യോബേൽ സംവത്സരം again 500 years 500 വർഷം മുന്നോട്ട് പോയപ്പോ ചരിത്രത്തെ BC എന്നും AD എന്നും രണ്ടായി വിഭജിച്ച് ഇമ്മാനുവേൽ ഈ ലോകത്തിലേക്ക് കടന്നു വന്ന്. ഹല്ലേലൂയ. ആറാമത്തെ കാര്യമായി യോബേൽ സംവത്സരത്തിൽ എനിക്ക് പറയാനുള്ളത്, സ്തോത്രം, ദൈവപുത്രന്റെ ഉയർപ്പ് നടന്നത്, ടോട്ടൽ വിക്ടറി സംഭവിച്ചത് അതേ ഒരു യോബേൽ സംവത്സരത്തിലാണ്. പൂർണ്ണ ജയം, ടോട്ടൽ വിക്ടറി. എല്ലാവരും പറഞ്ഞാട്ടെ, പൂർണ്ണ ജയം. ഒരിക്കൽ കൂടെ പിള്ളേരെല്ലാം പറ. ഒന്നിൽ തോറ്റ് മറ്റു പലതിൽ ജയിക്കുന്നതല്ല, അല്ലെങ്കിൽ മറ്റു പലതിൽ തോറ്റ് ചിലതിൽ മാത്രം ജയിക്കുന്നതല്ല. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, എൻ്റെ മൂത്തോക്ക് എല്ലാറ്റിലും നിനക്ക് ജയമുണ്ട്. യേശു തരുന്ന ജയ എല്ലാറ്റിലും നിനക്ക് ജയമുണ്ട്. ഒന്നിൽ പോലും നീ തോറ്റുപോകത്തില്ല. നീ തോക്കണമെങ്കിൽ പണ്ടായിരുന്നു. അവന്റെ കൊടക്കീഴിൽ നീ വന്ന് കയറിയല്ലോ മക്കളെ. അവന്റെ സന്നദ്ധിയിൽ നീ എത്തിയല്ലോ. നീ വന്നതല്ല, നിന്നെ ജയിപ്പിക്കാൻ അപ്പച്ചൻ കൊണ്ടുവന്നതാ. ഒരിക്കൽ കൂടെ, നീ വന്നതല്ല, നിന്നെ ജയിപ്പിക്കാൻ കർത്താവ് നിന്നെ കൊണ്ടുവന്നതാണ്. പാതാളത്തെയും മരണത്തെയും ജയിച്ച് അവൻ ഉയർത്തെഴുന്നേറ്റ്. അതൊരു യോബേൽ സംവത്സരത്തിലായിരുന്നു. അതൊരു നിസ്സാൻ മാസം 14-ാം തീയതിയായിരുന്നു. അതൊരു യോബേൽ സംവത്സരത്തിലായിരുന്നു. 4000 വർഷങ്ങൾക്ക് മുമ്പ് പെസക്ക കുഞ്ഞാട് കൊല്ലപ്പെട്ടു. 3 ലക്ഷം പേർ പുറത്തു വന്നു, ഈജിപ്തിൽ നിന്ന് പുറത്തു വന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ കുഞ്ഞാട്, നമ്മുടെ പാസോവർ ലാം, നമ്മുടെ പെസക്ക കുഞ്ഞാട് കൊല്ലപ്പെട്ടു. പാപത്തിൽ നിന്നും പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്നും നമ്മൾ പുറത്തു വന്നു. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളിൽ അരിമത്തയിലെ യോസേഫിൻ്റെ കല്ലറയിൽ അവൻ അടക്കം ചെയ്യപ്പെട്ടു. ഒരിക്കൽ കൂടെ, പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളിൽ സ്തോത്രം, അതെ, അവർ ചെങ്കടലിൻ്റെ കരയിൽ ക്യാമ്പ് ചെയ്തു. യേശു കർത്താവ് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളിൽ ആരുടെ കല്ലറയിൽ പറ? അരിമത്തിലെ യോസെഫിൻ്റെ കല്ലറയിൽ സ്തോത്രം അവൻ അടക്കം ചെയ്യപ്പെട്ടു. അതെ, 3-ാം ദിവസം ആദ്യ പെരുന്നാളിൽ സ്തോത്രം മോശ അതെ ആ വടിയെടുത്ത് ചെങ്കടലിനെ വിഭാഗിക്കുമ്പോൾ ചെങ്കടൽ രണ്ടായി ഇസ്രായേൽ ജനം മുന്നിലേക്ക് കടന്നുപോയി. എക്സാക്ട്ലി 3-ാം ദിവസം ആദ്യ പെരുന്നാളിൽ, ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ, ഹേ പാതാളമേ നിന്റെ ജയം എവിടെ എന്ന് പറഞ്ഞ് മരണത്തെയും പാതാളത്തെയും പരാജയപ്പെടുത്തി യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ്. അവർ ചെങ്കടൽ കടന്ന് പുറത്തേക്ക് വന്നു. യേശു കല്ലറയിൽ നിന്ന് പുറത്തേക്ക് വന്നു. കൃത്യം 50-ാമത്തെ ദിവസം മോശ പർവ്വതത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ദാ സ്തോത്രം അവിടെ കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി ഭയങ്കര ആഘോഷം നടക്കുന്നു. 3000 എണ്ണം അന്ന് കൊല്ലപ്പെട്ടു. നിങ്ങൾക്കറിയാം, 3000 എണ്ണം കൊല്ലപ്പെട്ടു. പക്ഷേ ദൈവത്തിന് സ്തോത്രം. എക്സാക്ട്ലി 50-ാം ദിനത്തിൽ, അന്ന് സീനായ് മല മഹത്വം ഇറങ്ങിയെങ്കിൽ 50-ാം ദിനത്തിൽ സിയോൻ മലയിൽ ആത്മാവിറങ്ങി. 3000 പേർ സ്നാനപ്പെട്ടു. പഴയ നിയമത്തിൽ 3000 പേർ നഷ്ടപ്പെട്ടു. കാളക്കുട്ടിയുടെ ദിനത്തിൽ 3000 പേർ നഷ്ടപ്പെട്ടു. പുതിയ നിയമത്തിൽ 3000 പേർ ദൈവത്തിൻ്റെ കൃപയാൽ സ്നാനപ്പെട്ടു. യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാ വന്ന്, പരിശുദ്ധാത്മാ സീനായ് മലയിൽ 120 പേരുടെ മേൽ വന്ന ദൂത് ഇതാണ്. പുതിയ നിയമസഭയുടെ ദൂത്. ഒറ്റ സെന്റൻസ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. മോനെ മേജർ സ്തോത്രം. അതെ, നമുക്ക് പുതിയ നിയമസഭയുടെ ദൂതാണ്. ഈ യോബേൽ സംവത്സരത്തിൻ്റെ ദൈവം, മീനിങ് സ്വസ്ഥതയുടെ കർത്താവ്, അവൻ്റെ പേരാണ് പരിശുദ്ധാത്മാവ്. അവൻ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഇന്ന് കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. ഉള്ളവർ ആമേൻ പറഞ്ഞേ. ഇന്ന് കർത്താവ് നമ്മോട് കൂടെ ടോട്ടലി ഉള്ളത് കൊണ്ട് ഇനി ഒരു 50 കൊല്ലം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ 25 കൊല്ലം, നോ, ഇപ്പോൾ 24 മണിക്കൂറും നീ യോബേൽ സംവത്സരത്തിലാണ്. മണിക്കൂറും നീ ജീവിക്കുന്നത് ദൈവത്തിന്റെ കൃപയാൽ സ്വസ്ഥതയിലാണ്. എബ്രായലേഖനം 4-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ 12ഓളം പ്രാവശ്യം സ്തോത്രം KJVയിൽ, കിങ് ജെയിംസ് വേർഷനിൽ സ്വസ്ഥത എന്നെഴുതിയിരിക്കുന്നെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ അസ്വസ്ഥതയിലല്ല നീ ജീവിക്കുന്നത്. നിങ്ങൾക്ക് പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം, നിങ്ങൾക്ക് ചാലഞ്ചസ് ഉണ്ടായിരിക്കാം, നിങ്ങൾക്ക് ആവശ്യങ്ങളുണ്ടായിരിക്കാം, നിങ്ങൾക്ക് അത്യാവശ്യങ്ങളുണ്ടായിരിക്കാം. പക്ഷേ യേശുവിൻ്റെ നാമത്തിൽ അവനുമായിട്ടുള്ള കൊയ്നോനിയയിൽ, അവനുമായിട്ടുള്ള കൂട്ടായ്മയിൽ ജീവിക്കുമ്പോൾ ചെയ്യേണ്ടത് അവൻ നിനക്ക് വേണ്ടി തക്ക സമയത്ത് മിറക്കിൾസായി ചെയ്യുവാൻ വേണ്ടി പോകുകയാണ്.
ഓ ഹല്ലേലൂയ. നിങ്ങൾ അമേസിംഗ് പീപ്പിൾ. ഞാൻ കൊണ്ടുവന്നതിൻ്റെ ഒരു 1/3 ഞാൻ തീർത്തുള്ളൂ. പക്ഷെ ഞാൻ വീണ്ടും പറയട്ടെ, ഹല്ലേലൂയ. ദൈവം നിങ്ങൾക്ക് വേണ്ടി അമേസിംഗ് ആയി ചെയ്യുമ്പോൾ ഒരുങ്ങിക്കോ. അതെല്ലാം നിങ്ങളുടെ ലൈഫിൽ വലിയ സാക്ഷ്യമായി തീരുവാൻ വേണ്ടി പോകുകയാണ്, വലിയ ടെസ്റ്റിമണിയായി തീരുവാൻ വേണ്ടി പോവുകയാണ്. ദൈവം ചെയ്യേണ്ടത് തക്ക സമയത്ത് സ്വസ്ഥതയിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ ജനത്തിന് വേണ്ടി കർത്താവ് തക്ക സമയത്ത് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അതുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ പോകുന്ന നിങ്ങൾ നോക്കി ദൈവകൃപയാൽ കർത്താവിനെ പറവാൻ കഴിയും. നീ കരയേണ്ട കാര്യമില്ല. ഇനി കരയേണ്ട, ഇനി വിഷമിക്കേണ്ട, ഇനി വ്യാകുലപ്പെടേണ്ട. കാരണം സ്തോത്രം, അതെ, തക്ക സമയത്ത് നിനക്കായി, നിന്റെ തലമുറയ്ക്ക്, നിന്റെ ഭൗതിക ആത്മീയ കാര്യാദികൾക്കായി കർത്താവ് നിങ്ങൾക്കായി പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ഇൻ ജീസസ് നെയിം, യോശുവയുടെ കാലത്ത് ഭാഗികമായേ അവർക്ക് നേടാൻ കഴിഞ്ഞുള്ളൂ. എന്നാൽ യോശുവ തന്നതിനേക്കാൾ വലിയ സ്വസ്ഥത നിന്റെ ലൈഫിൽ ക്രിസ്തു നിനക്ക് നൽകാൻ വേണ്ടി പോകുന്നു. യോശുവ ചിലതിൽ ഒതുങ്ങിപ്പോയി, എന്നാൽ ക്രിസ്തു കല്ലറയിൽ ഒതുങ്ങിപ്പോയില്ല. ക്രിസ്തു കല്ലറയിൽ ഒതുങ്ങിയില്ല. ആർക്കും നിന്നെ ഒന്നിൽ പൂട്ടുവാൻ കഴിയത്തില്ല, ഒതുക്കുവാൻ കഴിയത്തില്ല. ഇൻ ജീസസ് നെയിം, ദൈവം എന്താണോ നിന്നെ കുറിച്ച് പറഞ്ഞത്, ദൈവം നിന്നെ കുറിച്ച് പറഞ്ഞതായ സകല കാര്യങ്ങളിൽ ദൈവിക വിശാലത നീ കാണുവാൻ വേണ്ടി പോകുന്ന എത്ര പേര് വിശ്വസിക്കുന്നു? 2 കരങ്ങളെ ഉയർത്തിയാട്ടെ. ഹല്ലേലൂയ. കണ്ണുകളടച്ച് 2 കരങ്ങളെ ഉയർത്തി വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാലേ, യെസ് ലോർഡ്, ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. പലപ്പോഴും ഞാൻ വ്യാകുലപ്പെടുന്നു, ഇടയ്ക്കിടയ്ക്ക് നിരാശ തോന്നാറുണ്ട്, എന്താകുമെന്ന് ഭാരപ്പെടാറുണ്ട്. ചിലപ്പോൾ ഒറ്റയ്ക്ക് സമയം കിട്ടുമ്പോൾ ഒറ്റയ്ക്ക് ആകുമ്പോൾ കരയാറുണ്ട്, വേദനിക്കാറുണ്ട്. പല പ്രാർത്ഥനാ സമയങ്ങളും കണ്ണുനീരിൻ്റെ സമയങ്ങളായി തീരുന്ന. പക്ഷേ ഇന്ന് പകൽക്കാലം സ്തോത്രം, അങ്ങ് എന്നോട് ഇടപെട്ടു. ഞാൻ കരയുന്നത് കൊണ്ടല്ല, ഞാൻ വിലപിക്കുന്നത് കൊണ്ടല്ല, ഞാൻ ചിന്താകുലത്തിൽ ആയിരിക്കുന്നത് കൊണ്ടല്ല, ഞാൻ നിരാശപ്പെടുന്നത് കൊണ്ടല്ല. തക്ക സമയത്ത് എനിക്കെല്ലാം ഒരുക്ക. തക്ക സമയത്ത് ഞാൻ സ്വസ്ഥതയിൽ അവനോടൊപ്പം ജീവിച്ചാൽ മാത്രം മതി. ഒരിക്കൽ കൂടെ, ഞാൻ സ്വസ്ഥതയിൽ അവനോട് കൂടെ ജീവിച്ചാൽ മാത്രം മതി. എൻ്റെ അപ്പച്ചൻ ആഗ്രഹിക്കുന്നത് അവൻ്റെ മടിയിൽ, അവൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ കയറിയിരിക്കണമെന്നാണ്. വചനം വായിച്ച് പ്രാർത്ഥിച്ച് കൃപയിൽ ഞാൻ അവൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ തക്ക സമയത്ത് അവൻ എനിക്ക് വേണ്ടി എല്ലാം ക്രമീകരിക്കും. 2 കരങ്ങളെ ഉയർത്തി, വാ തുറന്ന് ശബ്ദം ഉയർത്തി എല്ലാവരും പറ, ക്രമീകരിക്കും തക്ക സമയത്ത്. പറ. അതിനായി സ്തോത്രം പറഞ്ഞ മക്കളെ, അതിനായി സ്തോത്രം പറഞ്ഞ് തക്ക സമയത്ത്. നോ മോർ ഡിലേ ഇൻ ദ നെയിം ഓഫ് ജീസസ്. തക്ക സമയത്ത് സ്വസ്ഥത. പെയിനിലല്ല, പ്രോബ്ലത്തിലല്ല, ഓളങ്ങളിലല്ല, തിരമാലകളല്ല, സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം എല്ലാ ഹൃദയങ്ങളിലും നിറവുകളും നിറയപ്പെടുമാറാകട്ടെ. 2 കരങ്ങളെ ഉയർത്തി